നീരജ് വിരൽ ചൂണ്ടിയിടത്തേക്ക് നോക്കിയതും ശ്വാസമെടുക്കാൻ പോലും ആവാതെ ആ കാഴ്ച കണ്ടു നിന്നവൾ. ആദിരുദ്ര. ഗീതു ആ പേര് പറഞ്ഞതും ചിരിച്ചുകൊണ്ട് നിന്ന നീരജിന്റെ മുഖഭാവം വന്യതയിലേക്ക് മാറി. അവന്റെ കണ്ണിൽ പകയെറിഞ്ഞു. അതെ, ആദിരുദ്ര, കാശിനാഥ് മഹാദേവന്റെ ഭാവി വധു. അതായത് ഗീതിക ജയറാം സ്വന്തമാക്കാൻ ആഗ്രഹിച്ച നാഥിൻ്റെയും KR ഗ്രൂപ്പ്സിൻ്റെയും അവകാശിയാവാൻ പോകുന്നവൾ. ഇവളെന്തിനാ നീരജ് നീ ഇവിടെ ഇങ്ങനെ ഒരവസ്ഥയിൽ? ഇത് നാഥറിഞ്ഞ? വേണ്ട, എനിക്കറിയാം നാഥനെ. ഇവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ അവൻ വെറുതെ ഇരിക്കില്ല, എനിക്കുറപ്പാണ്. അവൻ കണ്ടെത്തും. അതിനു മുൻപ് അവളെ പറഞ്ഞു വിട് നീരജ്. ഗീതു ആദിക്കടുത്തേക്ക് നടക്കാനാഞ്ഞതും നീരജ് അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. കൈവിട്, നിനക്കറിയില്ല നീരജ്, കാശിനാഥനെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളത് കൊണ്ട് മാത്രം പല കാര്യങ്ങളും ഇരിക്കുന്നതാണവൻ. പക്ഷേ ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ മറ്റൊന്നും അവൻ ബോധേഡ് ചെയ്യുന്നത് തോന്നില്ല. കൊന്നുകളയാനും മടിയില്ലാത്ത ആളുകളുണ്ട് അവൻ്റെ കൂടെ. അതുകൊണ്ടാണ് നീരജ് ഞാൻ പറയുന്നത്, എനിക്ക് വേണ്ടിയാണത് ചെയ്തതെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം തന്നെ നീ ഇവളെ സേഫായി ഇവിടുന്ന് പറഞ്ഞയക്കണം. നിനക്കെന്താ പറ്റിയത് ഗീതു? നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. കാശിനാഥനെ സ്വന്തമാക്കാമെന്ന് ആഗ്രഹിച്ചതല്ലേ നീ? അത് ഇനി ഇവളെ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും അവനെ നേടണമെന്ന് ജയൻ അങ്കിളിനോട് നീ പറഞ്ഞിട്ടില്ലേ? അത്രയ്ക്ക് നിന്നെ ഇഷ്ടമായിരുന്നില്ലേ നിനക്ക് അവനെ? എന്നിട്ട് നീ നോ. നീരജ് പറഞ്ഞു മുഴുമിപ്പിക്കും മുൻപേ ഗീതുവിൻ്റെ ശബ്ദമുയർന്നു. ഇല്ല നീരജ്, എനിക്ക് കാശിനാഥനെ ഇഷ്ടമായിരുന്നില്ല. അവൻ്റെ സ്വത്തും എനിക്ക് വേണ്ടിയിരുന്നില്ല. അവനെ നേടാനോ അവൻ്റെ സ്വത്ത് നേടാനോ വേണ്ടിയായിരുന്നില്ല അവനോട് അടുക്കാൻ ശ്രമിച്ചത്. മറിച്ച് എൻ്റെ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അമ്മ വേണ്ട എന്ന് വിലക്കുന്ന എന്ത് കാര്യവും അമ്മയുടെ മുൻപിൽ തന്നെ ചെയ്തു കാണിക്കാൻ എന്തോ ഒരു വാശിയായിരുന്നു. അങ്ങനെ ഒരു വാശിക്ക് വേണ്ടി കാശിനാഥനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇന്നെനിക്ക് എൻ്റെ അമ്മയോട് ആ വാശിയില്ല. മറിച്ച് ഇത്രയും നാൾ വിഷമിപ്പിച്ചതിന് പകരമായി എന്ത് നേടിക്കൊടുത്താൽ മതിയാവുമെന്നോർത്തുള്ള ടെൻഷനാണ്. ഡാഡിയുടെ സ്വാർത്ഥതയിൽ ഞാൻ പോലും അറിയാതെ അമ്മയുമായി അകലുകയായിരുന്നു. ഒക്കെ തിരിച്ചറിഞ്ഞു അന്ന് എൻ്റെ അമ്മയുടെ സ്നേഹം കൂടി ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അമ്മയെ വേദനിപ്പിക്കുന്ന ഒന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നീരജ്, ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് അമ്മയ്ക്ക് വേദനയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അമ്മയ്ക്ക് മാത്രമല്ല, പ്രഭാന്റിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യും മുൻപേ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാമായിരുന്നു നീരജിന്. ഗീതു പറഞ്ഞു നിർത്തി നീരജിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ തന്നെ നോക്കി ചിരിക്കുന്നത് കണ്ട് അവൻ നെറ്റിച്ചുളിച്ചു. എന്താ, നീ എന്നെ കളിയാക്കുകയാണോ? ഗീതുവിന് അവൻ്റെ ചിരി കണ്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഏയ് അല്ല, നീ ഇത്ര മണ്ടിയാണോ എന്നൊന്ന് ചിന്തിച്ച് ചിരിച്ചു പോയതാന്നേ. അല്ല, സ്വന്തം അച്ഛനും അമ്മയും കൂടി ഫാമിലി ഫ്രണ്ടിൻ്റെ മകളെ വിവാഹം ആലോചിക്കുന്നു. രണ്ട് കുടുംബത്തിനും പൂർണ്ണ സമ്മതവും സന്തോഷവും, രണ്ടാളും വെൽ സെറ്റിൽഡും. ഇതിനെല്ലാം പുറമെ പണ്ട് തൊട്ടേ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച പെണ്ണും. നീരജ് പറഞ്ഞപ്പോൾ ഗീതു ഞെട്ടി അവനെ നോക്കി. അവൻ അവളെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു. വിശ്വാസം വരുന്നില്ലേ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യം തന്നെയാണത്. കൂടെ കൂട്ടുകൂടി അന്ന് മുതൽ എൻ്റെ മനസ്സിലുള്ളവളാണ് നീ. നിന്നെ സ്വന്തമാക്കാനുള്ള ഭാഗ്യം കൈവെള്ളയിൽ വന്നു നിൽക്കുമ്പോൾ വാശിപ്പുറത്ത് നീ സ്നേഹിച്ചവനുമായി, അതും അവന് താല്പര്യമില്ലാതെ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിനക്ക് തോന്നുന്നുണ്ടോ മോളെ ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന്? പിന്നെ അതിനെ നീരജ് മാധവൻ ഒന്നുകൂടെ ജനിക്കണം. അതും പറഞ്ഞുകൊണ്ട് തന്നെ നോക്കി പൊട്ടിച്ചിരിക്കുന്നവനെ സൂക്ഷിച്ചു നോക്കി ഗീതു. അവളുടെ ചുണ്ടിലും ചെറുചിരി ഉണ്ടായിരുന്നു. പക്ഷേ നോട്ടം ആദിയിലേക്ക് വഴിമാറിയതും അവളുടെ കണ്ണിലെ തിളക്കം ഭയത്തിനും സംശയത്തിനും വഴിമാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. നീരജ്, പിന്നെന്തിനാണ് നീ ഈ കുട്ടിയെ? അത് ശരിക്കും പറഞ്ഞ അത് നിന്നോട് പറയാൻ സമയമായിട്ടില്ല. പിന്നെ പറയാൻ പറ്റുന്നൊരു കാര്യം പറയാം. എനിക്ക് ഇവൾക്കും പിന്നെ ഇവളുടെ ആ മറ്റവനിലെ കാശിനാഥ് അവനും ഉൾപ്പെടുന്നൊരു കണക്കുണ്ട്. ഒരടിക്കണക്ക്. അപ്പം അതങ്ങ് തീർക്കണം. ഏതാണ്ടൊക്കെ ഞാൻ തീർത്തു. പക്ഷേ ഇനി അവന് കൂടെ ഉള്ളത് കൊടുത്താൽ എൻ്റെ കണക്ക് തീരും. പിന്നെ ബാക്കി കാര്യങ്ങൾ. നീ ഇതെന്തൊക്കെയാ നീരജ് പറയുന്നത്? നിനക്ക് എങ്ങനെയാണ് ഇവരുമായി പരിചയം? കാശിയോടുള്ള ദേഷ്യത്തിനാണെങ്കിൽ ഈ കുട്ടി അതിനിടയിലേക്ക് വലിച്ചിഴച്ചത് ഒട്ടും ശരിയായില്ല. പ്ലീസ് നീരജ്, ഇവളെ പറഞ്ഞു വിട്. എനിക്ക് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് പറയുന്നത്. അവൻ്റെ മുഖത്തുനിന്നും കണ്ണുകൾ പറിച്ചു മാറ്റിക്കൊണ്ടാണ് അവൾ പറഞ്ഞവസാനിപ്പിച്ചത്. നീരജിൻ്റെ ചുണ്ടിലൊരു ചെറുചിരി മിന്നിമാഞ്ഞു. പറഞ്ഞില്ലേ പെണ്ണെ, എനിക്കിപ്പോൾ ഇവളോടൊരു ദേഷ്യവും ഇല്ല. ദേഷ്യവും വാശിയുമൊക്കെ കൊണ്ട് വന്നപ്പോഴേ ഞാൻ തീർത്തു. നീരജ് ആദിയുടെ തിണർത്ത് കിടക്കുന്ന കവളിലേക്ക് നോട്ടം പായിച്ചു. ഗീതു നടന്ന ആദിക്കടുത്തേക്ക് ചെന്നു. ആദിയുടെ കവളിൽ പാടിൽ തന്നെ ഉറ്റുനോക്കി. എന്താ നീരജ് ഇത്? ഈ കുട്ടിയെ ഉപദ്രവിച്ചത് ആരാ? എന്താ ചെയ്തത്?
ഗീതുവിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അല്പം ശബ്ദമുയർത്തി തന്നെയാണ് അവൾ ചോദിച്ചത്. ഗീതു, ഒരു സമയത്ത് ഇവളെ ഇല്ലാണ്ടാക്കാൻ പോലും ചിന്തിച്ചവളാണ് നീ. ആ നീ എന്തിനാണിപ്പോൾ ഇവൾക്ക് വേണ്ടി ഇത്രയധികം ടെൻഷൻ ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കാശിനാഥിനെ പേടിച്ചിട്ടാണോ? ഞാൻ പറഞ്ഞു നിന്നോട്, ഇവളെ ഇവിടെ കൊണ്ടുവന്നത് കൊല്ലാനൊന്നുമല്ല. കുറച്ച് ആവശ്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് വേഗം നീ പറയുന്ന സ്ഥലത്ത് ഇവളെ കൊണ്ടാക്കിയേക്കാം. അതുപോരെ? നീരജ് ഗീതുവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പറ്റില്ല നീരജ്, ഇപ്പോൾ ഈ നിമിഷം ഇവളെ കാശിനാഥിൻ്റെ കൈകളിൽ ഏൽപ്പിക്കണം. ഇപ്പോൾ ഇവളെ കാണാതെ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും അവന്. സമയം പോകും തോറും ദേഷ്യവും പകയുമൊക്കെ കൂടുകയുള്ളൂ. പ്ലീസ് നീരജ്, പറയുന്നത് മനസ്സിലാക്ക്. ചെറുതിലെ മുതൽ സ്നേഹിച്ച കണക്ക് പറഞ്ഞില്ലേ നീ? കൈമുറിച്ച് ഞാൻ ഹോസ്പിറ്റൽ കിടന്നപ്പോൾ ചെറിയച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ച് കാര്യങ്ങൾ തിരക്കിയതും മറഞ്ഞു നിന്നെ കണ്ടതും വെപ്രാളം പിടിച്ച് നരനങ്കിളിനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചതുമൊക്കെ എനിക്കറിയാം. അന്നൊക്കെ നിന്റെ സ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞതുമാണ്. ആ നിന്റെ അടുത്ത് നിന്ന് എന്നെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാലോ? എവിടെയാണെന്നോ, എന്തു ചെയ്യുകയാണെന്നോ, ആരാണ് കൊണ്ടുപോയതെന്നോ, എന്തിനാണെന്നോ കൊന്നു കളയുമെന്നോ ഒന്നും അറിയാതെ നിൽക്കുന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പം അതേ അവസ്ഥ തന്നെയല്ലേ ഇപ്പോൾ കാശിയും അനുഭവിക്കുന്നത്? ഇനിയിപ്പോൾ ആർക്ക് വേണ്ടിയാണെങ്കിലും എന്തിനു വേണ്ടിയാണെങ്കിലും അവനെ ഒന്ന് വിവരം അറിയിക്കാമല്ലോ. ഭീഷണിയുടെ സ്വരത്തിലായാലും അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അറിയിക്കാമല്ലോ. നീ ഇതെന്തൊക്കെയാണ് പറയുന്നത് ഗീതു? ഓരോന്ന് പറഞ്ഞെന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ വന്നേ, പോവാം. ഗീതുവിനോട് പറഞ്ഞുകൊണ്ട് തന്നെ നീരജ് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ഞാൻ വരില്ല. ഷൗട്ട് ചെയ്തുകൊണ്ട് തൻ്റെ കൈ തട്ടിയെറിയുന്നവളെ നീരജ് അസ്വസ്ഥതയോടെ നോക്കി. മയങ്ങിക്കിടക്കുന്ന ആദ്യം ഉണർന്ന് ഗീതുവിനെ കാണുമോ എന്നും അവൻ പേടിച്ചിരിക്കണം. കാരണം കാശിനാഥ് അറിയുമ്പോൾ അവൻ്റെ പക അവൾക്ക് മീതെ വരരുതെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. ഇപ്പം ഇവിടുന്ന് ആരുമെങ്ങും പോകുന്നില്ല. ശബ്ദം കേട്ടിടത്തേക്ക് ഗീതുവും നീരജും നോക്കി. നല്ല പൊക്കവും ഒത്ത വണ്ണവുമുള്ള ഒരു മനുഷ്യൻ, കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യം. വിക്രം? നീരജ് പറയുന്നത് കേട്ട് ഗീതു നെറ്റിച്ചുളിച്ചു. ഇത് എന്താ? ഞാൻ ആരാണെന്നോ? പേര് പറഞ്ഞാൽ എന്തായാലും മോളറിയാൻ വഴിയില്ല. അതുകൊണ്ട് മിണ്ടാതതാ അവിടെ ആ മുറിയിൽ പോയിരിക്കെ. അതാവും നിനക്ക് നല്ലത്. കൊണ്ടുപോടാ ഇവളെ. വിക്രം ശബ്ദമുയർത്തി പറഞ്ഞതും നാലുപാട് നിന്നും അവൻ്റെ ആളുകൾ വേഗത്തിൽ വന്നിരുന്നു. തൊട്ടു പോവരുതവളെ. എൻ്റെ കൂടെ വന്നതാണവൾ. അവളെ കൊണ്ടുപോവാനും കൊണ്ടിരുത്താനുമൊക്കെ എനിക്കറിയാം. ഏതവനാണെങ്കിലും അവളെ തൊട്ടാ. ഗീതുവിൻ്റെ കയ്യിൽ പിടിക്കാനാഞ്ഞ ഒരുത്തനെ കാലുയർത്തി ചവിട്ടിക്കൊണ്ട് എല്ലാവർക്കും ഒരു താക്കീത് പോലെ പറഞ്ഞു നീരജ്. പേടിപ്പിക്കല്ലേ സാറേ, ഇതുപോലെ കുറേ എണ്ണത്തിന് ഞങ്ങൾ കണ്ടതാണ്. പൈസ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി കാണിക്കാനും എനിക്കറിയാം. അതുകൊണ്ട് സാറ് ചെന്നാട്ടെ. പുറത്തുനിന്ന് ഒരെണ്ണത്തിന് ഇവിടേക്ക് കൊണ്ടുവന്നത് തന്നെ തെറ്റ്. ഇനിയിപ്പോൾ അതിനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് അതിലും വലിയ തെറ്റാവും. അതുകൊണ്ട് കാര്യം കഴിയുന്നത് വരെ ഇവളിവിടെ ഇരിക്കട്ടെ. വിക്രം നീരജിനെ നോക്കി പറഞ്ഞതിനു ശേഷം കൂട്ടാളികൾക്ക് നിർദ്ദേശം നൽകി. ഗീതുവിനെ പിടിക്കാനാഞ്ഞവനെ കൈപിടിച്ച് തിരിച്ചതും എല്ലൊടിയുന്ന ശബ്ദം അവൻ്റെ അലർച്ചയും അവിടെ മുഴുവൻ അലയടിച്ചു. ദേ സാറ്, ഇവിടെ കിടന്ന് ഷോ ഇറക്കിയ തിരിച്ചു മര്യാദയ്ക്ക് പോവില്ല. തൻ്റെ നേരെ വാണിംഗ് എന്ന പോലെ പറയുന്ന വിക്രമിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് തന്നെ ഒരുവനെ കൂടെ ചവിട്ടി വീഴ്ത്തി നീരജ്. താഴേക്കിടന്ന് തടി കഷ്ണമെടുത്ത് ചുറ്റും നിന്നവരെയൊക്കെ തടിക്കുമ്പോൾ പുറകിലൂടെ ആരോ തലയിൽ അടിച്ചത് അപ്രതീക്ഷിതമായിരുന്നു. തലയിൽ കൈ താങ്ങി താഴേക്കിരുന്നു പോയി നീരജ്. കണ്ണിന് മുകളിലേക്ക് ഒഴുകിയിറങ്ങുന്ന ചോര തുടച്ചു മാറ്റിയവൻ ബോധം മറയും മുൻപേ കണ്ടിരുന്നു ഗീതുവിൻ്റെ കയ്യിലെ ഫോൺ പിടിച്ചു വാങ്ങി എറിഞ്ഞു പൊട്ടിക്കുന്ന വിക്രമിനെയും തന്നെ നോക്കി അലമുറയിട്ട് കരയുന്ന ഗീതുവിനെയും. ഡാ, എവിടെടാ നമ്മളിപ്പോൾ പോകുന്നേ? മനു വണ്ടി ഓടിക്കുന്ന സിദ്ധുവിനെ ഒന്ന് തട്ടി. ഇവിടെ അടുത്ത് ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടടാ. കമ്പനിയിൽ ഏതെങ്കിലും ഗസ്റ്റൊക്കെ വിസിറ്റ് ചെയ്യാൻ വന്ന അവിടെയാണ് അവർക്ക് സ്റ്റേ. ഒരു ഹോട്ടൽ പോലെയൊക്കെ സെറ്റ് ചെയ്തതാണ്. തൽക്കാലം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. സിദ്ധു തൻ്റെ ഫോണിലെ രാധമ്മയുടെ മിഡ്സ് കോൾ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഏട്ടാ, നമ്മൾ ഫോൺ എടുക്കാതിരുന്നാലേ അവരെല്ലാം പേടിക്കില്ലേ? അതുമാത്രമല്ല, നിച്ചൂട്ടിനെ കാണാൻ അവർ നമ്മൾ ഉള്ളിടത്തേക്ക് എങ്ങാനും വന്നാലോ? മനുവിൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങുന്ന നിച്ചൂട്ടിനെ നോക്കിക്കൊണ്ട് അച്ചുവാണത് പറഞ്ഞത്. ഇല്ല, അതൊക്കെ സിദ്ധു പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആദിക്കടുത്തേക്ക് എത്തും കണ്ണനും സിദ്ധുവും. പറഞ്ഞു തീരും മുൻപേ ജിത്തുവിൻ്റെ ഫോൺ ബെല്ലടിച്ചിരുന്നു. സിദ്ധുവാണ്. അത് പറഞ്ഞുകൊണ്ട് വണ്ടി ഒതുക്കി അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഫോണിലൂടെ സിദ്ധു പറയുന്നത് കേട്ട് ജിത്തുവിൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു നിന്നു. എന്താടാ അവൻ പറഞ്ഞത്? എന്തെങ്കിലും അറിഞ്ഞോ? ഭവിഷ് മനോഹർ. മനുവിൻ്റെ ചോദ്യത്തിന് അത്രമാത്രം പറഞ്ഞവൻ വണ്ടി വേഗത്തിൽ മുൻപോട്ടെടുത്തു. മോനെ, ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്നാൽ മതി, ഞങ്ങൾ പൊയ്ക്കോളാം. അച്ചുമോളെ പിടിച്ചാലൊന്നും നിച്ചൂട്ടൻ നിൽക്കില്ല. അവൻ വഴക്കുണ്ടാക്കും. അച്ചുമോൾക്ക് ഒറ്റയ്ക്ക് പറ്റില്ല.
ജ്യോതി കുഞ്ഞിനെ കാണാനുള്ള വെപ്രാളത്തിലാണ് പറയുന്നതെന്ന് സിദ്ധുവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്കല്ലല്ലോ അമ്മ, അതിനവള് ആദിയും കാർത്തവും ഉണ്ടല്ലോ കൂടെ. പിന്നെ മനുവും ജിത്തുവും ഒപ്പം തന്നെയുണ്ട്. പിന്നെന്താ, നിങ്ങൾ പർച്ചേഴ്സ് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോകാലോ. സിദ്ധു അസ്വസ്ഥതയോടെ കാശിയെ നോക്കി. അവൻ്റെ മുഖത്തും ടെൻഷൻ കണ്ടവൻ കാശിക്കടുത്തേക്ക് നടന്നു. എന്താടാ പ്ലാൻ? ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ എന്തെങ്കിലും കള്ളം പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ അവർ ആരും സമ്മതിക്കില്ല. നിച്ചൂട്ടിനെ ഇവിടെ നിർത്തിയാൽ മതിയായിരുന്നു. അതാവുമ്പോൾ അമ്മയൊന്നും ഇങ്ങനെ വാശി പിടിക്കില്ലായിരുന്നു. സിദ്ധു തിരിഞ്ഞ് വിഷമത്തോടെ നിൽക്കുന്ന ജ്യോതിയെ നോക്കി. എന്താടാ, രണ്ടാളുടെ മുഖത്ത് എന്തോ ഒരു സങ്കടം പോലെ? എന്തോ കാര്യമുണ്ട്, അതാണ് അവർ ഞങ്ങളോട് വന്ന് പറയാതെ പോയത്. കുഞ്ഞിന്, എൻ്റെ പൊന്നുമോൻ എന്തേലും വയ്യാഴികയുണ്ടോ? ജ്യോതിയുടെ കണ്ണ് നിറയാൻ തുടങ്ങിയതും സിദ്ധു നിസ്സഹായതയോടെ കാശിയെ നോക്കി. ഇല്ലമ്മ, അവനൊരു കുഴപ്പമില്ല, ആർക്കൊരു കുഴപ്പമില്ല. അമ്മ ഒഴിച്ചുണ്ടാക്കി ബാക്കിയുള്ളവരെ കൂടി വിഷമിപ്പിക്കാതെ. സിദ്ധു ജ്യോതിയെ തന്നോട് ചേർത്ത് നിർത്തി. അവൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മ കാണാതെ അവനത് മറച്ചു. ഡാ സിദ്ധു, നീ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്ക്. നിനക്ക് ഇവിടുത്തെ സ്റ്റേഷൻ പോകണമെന്ന് പറഞ്ഞതല്ലേ, നമുക്ക് രണ്ടാൾക്കും കൂടി അങ്ങോട്ട് പോകാം. അപ്പോഴേക്കും എല്ലാവരും കൂടി ഗസ്റ്റ് ഹൗസിൽ പോയെന്ന് റെസ്റ്റ് ചെയ്യട്ടെ. കാശി പറയുന്നത് കേട്ട് നെറ്റി ചുളിച്ചെങ്കിലും ജ്യോതിയുടെ സന്തോഷം കണ്ടതും സിദ്ധു തലയാട്ടി. കണ്ണ് തുറന്നപ്പോഴേ തലക്ക് നല്ല കനം തോന്നി നീരജിന്. ആദ്യമൊന്ന് പകച്ചെങ്കിലും പെട്ടെന്ന് തന്നെ അവൻ്റെ മനസ്സിലേക്ക് നടന്നതൊക്കെ തെളിഞ്ഞു വന്നു. ഗീതു, തൻ്റെ ചുറ്റിനുമുള്ള ഇരുട്ടിലേക്ക് നോക്കി അലറി വിളിച്ചു നീരജ്. മിണ്ടാതെ ഇവിടെ കിടന്നോണം, അവൾ ഇവിടെ തന്നെയുണ്ട്, കൊന്നിട്ടൊന്നുമില്ല ഞങ്ങൾ ആ സിനിമ നടിയെ. തന്നെ പൂട്ടിയിരിക്കുന്ന മുറിയിലേക്ക് പുറത്തുനിന്ന് ഒരുത്തൻ വിളിച്ചു പറയുന്നത് കേട്ട് അരിശം തോന്നി നീരജിന്. ഡാ പൊന്ന മോനെ, മര്യാദയ്ക്ക് എന്നെ തുറന്നു വിട്ടോ. കൂടുതൽ കിടന്ന് ചിലക്കാതെടാ, നിന്റെ ആ ബന്ധുക്കാരൻ തന്നെയാണ് പറഞ്ഞത് നിന്നെ ഇവിടെ പിടിച്ചിടാൻ. അതും പിടിച്ചു വെക്കാനൊന്നുമല്ല പറഞ്ഞത്, കൊന്നു കളയാനാണ്. പിന്നെ ഞങ്ങൾക്ക് ലേശം മനസ്സാക്ഷി ഉണ്ടായി പോയതുകൊണ്ടും നീയും നിന്റെ ഈ പെണ്ണും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഉണ്ടാക്കാതെ അവിടെ മര്യാദയ്ക്ക് കിടന്നോണം. അത്രയും പറഞ്ഞയാൾ ദേഷ്യത്തിൽ വാതിലൊന്ന് തട്ടിയിട്ട് പോയി. നീരജ് ദേഷ്യത്തോടെ പല്ല് കടിച്ചു. എന്താ കണ്ണ നിന്റെ മനസ്സിൽ? അമ്മയെയും അച്ഛനെയും അവർക്കടുത്തേക്ക് പറഞ്ഞയച്ചിട്ട് നിനക്കെങ്ങനെ സമാധാനമായിരിക്കാൻ കഴിയുന്നു? ആദ്യം അവിടെ ഇല്ല എന്നറിയുമ്പോൾ അമ്മ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ലേ? സിദ്ധു ടെൻഷനോട് നെറ്റിയിൽ തടവിക്കൊണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാശിയെ നോക്കി. സിദ്ധു, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന്? കാശി വണ്ടി നിർത്തി സിദ്ധുവിനെ നോക്കി. അറിയാഞ്ഞിട്ടല്ലടാ, പക്ഷേ നിനക്കറിയാലോ, അമ്മയെയും കൂടെപ്പിറപ്പിനെയും ഒക്കെ കിട്ടിയതിൻ്റെ സന്തോഷം ചെറുതൊന്നുമല്ല എനിക്ക് മാത്രമല്ല ജിത്തുവിനും അച്ചുവിനുമൊക്കെ. അപ്പോഴാണ് ഇങ്ങനെയൊരവസ്ഥ. കൂടെപ്പിറപ്പായി മനസ്സിൽ പ്രതിഷ്ഠിച്ചവളെയാണ് കൺമുന്നിൽ നിന്ന് കൊണ്ടുപോയത്. ആരാണെന്നറിഞ്ഞിട്ടും അവളെ തിരികെ കൊണ്ടുവരാൻ പറ്റാത്ത ഗതികേട്. എനിക്കറിയില്ല കണ്ണ, അല്ലെങ്കിൽ അറിയേണ്ട നീ ആർക്കോ കൊടുത്ത വാക്കും നിന്റെ വാശിയും. എനിക്ക് വലുതെൻ്റെ പെങ്ങളാണ്. ആദ്യം ഒരു പോറൽ വീഴാതെ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചോളാമെന്ന് എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു. അതിനൊക്കെ ചെയ്തേ പറ്റൂ കണ്ണ. അതിനെതിരെ നിൽക്കുന്നത് ഏത് കൊമ്പത്തെ തമ്പുരാനാണെങ്കിലും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. ദേഷ്യവും സങ്കടവും സഹിക്കാൻ കഴിയാതെ മുൻപിലിരുന്ന് ശബ്ദമുയർത്തുന്നവനെ കാശി നോക്കി. സിദ്ധുവിൻ്റെ ഇങ്ങനെ ഒരു ഭാവം ആദ്യമായി കാണുന്നതിൻ്റെ അത്ഭുതത്തിലായിരുന്നു കാശി. എന്താടാ ഇത്? നിന്റെ പെങ്ങൾ എനിക്കാരാണെന്ന് കൂടി നീ ഒന്ന് ചിന്തിച്ചു നോക്ക് സിദ്ധു. നിനക്ക് തോന്നുന്നുണ്ടോ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കുമെന്ന്? കാശി പറയുന്നത് കേട്ടതും സിദ്ധുവിൻ്റെ കണ്ണുകൾ ചുരുങ്ങി. അപ്പം നിനക്ക് അറിയാം, സേഫാണ്. ഇന്നത്തെ ദിവസം അവസാനിക്കും മുൻപ് നിന്റെ കൂടപ്പിറപ്പ് നിന്റെ കൈക്കുള്ളിൽ ഉണ്ടാവും. അത്രയും പറഞ്ഞ് വേഗത്തിൽ വണ്ടി മുൻപോട്ടെടുക്കുന്നവനെ പ്രതീക്ഷയോടെ നോക്കി നിന്നു. ദേവി, ഭവി എവിടെ? അവനോട് പറയ് ഇന്ന് എങ്ങോട്ടും പോകണ്ടെന്ന്. എന്തോ അത്യാഹിതം സംഭവിക്കാൻ പോകുന്നുവെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. മനോഹർ തൻ്റെ മനസ്സിലെ വെപ്രാളം ഭാര്യയോട് പറഞ്ഞു. അത്യാഹിതമോ? എന്തൊക്കെ ഏട്ടൻ പറയുന്നത്? അതൊക്കെ ഏട്ടൻ്റെ തോന്നലാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. തന്നോട് ഞാൻ പറഞ്ഞതൊന്നും ചെയ്യുന്നുണ്ടോ? ബഷി, അവനോട് പറയ് ഇന്ന് എവിടേക്കും പോകണ്ട, അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിക്ക്, അവനോട് ഞാൻ പറഞ്ഞോളാം. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് സ്റ്റെയറിന് മുകളിലേക്ക് നോക്കി മനോഹർ. ഭർത്താവിൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ പതറിപ്പോയിരുന്നു ദേവി. ഏട്ടാ, ബഷി ഇവിടെ ഇല്ല. അവൻ കുറച്ചു മുൻപാണ് പുറത്തേക്ക് പോയത്. ഓഫീസിലേക്കാണെന്ന കരുതിയത്. അവനെ വിളിച്ചു കിട്ടാതെ ഓഫീസിൽ വിളിച്ചപ്പോൾ അവിടെ എത്തിയില്ലെന്നാണ് അറിഞ്ഞത്. അവൻ ചിലപ്പോൾ ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ പോയിട്ടുണ്ടാവും. ദേവി പറഞ്ഞ് മുഴുമിപ്പിക്കും മുന്നേ തന്നെ അടുത്തിരുന്ന ഫ്ലവേഴ്സ് മനോഹർ എറിഞ്ഞുടിച്ചിരുന്നു. നിനക്കിവിടെ എന്താണ് ജോലി? നിന്റെ മക്കൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും തിരക്കാനുള്ള ഉത്തരവാദിത്തമില്ലാത്തൊരമ്മയാണോ നീ? ഒരുത്തനാദ്യം ഇറങ്ങിപ്പോയി, അത് പിന്നെ അവൻ്റെ മുത്തശ്ശൻ്റെ കൂടെയാണ് പോയതെന്ന് കരുതാം. പക്ഷെ ഇവനോ?
ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോകും. പിന്നെ കുറേ നാളത്തേക്ക് ഒരു വിവരവും ഇല്ല അവൻ്റെ. എവിടേക്കാണെന്നോ എപ്പോൾ വരുമെന്നോ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. ഇഷ്ടമുള്ളപ്പോൾ കയറി വരാൻ ഇതെന്താ സത്രമാണോ? ചോദിക്കാനും തിരക്കാനും തുനിഞ്ഞപ്പോഴൊക്കെ നീയാണ് പലതവണ എന്നെ തടഞ്ഞത്. അപ്പോൾ നീ കാരണം തന്നെയാണ് എൻ്റെ മക്കൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതും. എന്താ ഇവിടെ പ്രശ്നം? അരുഷത്തോട് മനോഹർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് ശോഭ താഴേക്ക് ഇറങ്ങി വന്നത്. എന്താ ഏട്ട ദേഷ്യം? ദേവേട്ടത്തി എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇനി അഥവാ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഏട്ടനെയേ പറയൂ. കാരണം ആദ്യം മുതൽ കൊഞ്ചിച്ച് തലയിൽ കയറ്റി വെച്ചിട്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ ദേഷ്യത്തോടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ എറിഞ്ഞുടക്കേണ്ടി വന്നത്. കുട്ടികളെ രണ്ടാളെയും വളർത്തി വഷളാക്കിയത് ഈ ദേവേട്ടത്തി ഒറ്റൊരാളാണ്. ഏട്ടനിപ്പോൾ കാണിക്കുന്ന ദേഷ്യത്തിൻ്റെ പകുതി മുൻപേ കാണിച്ചിരുന്നുവെങ്കിൽ ഇപ്പം ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. സാധാരണ ആണുങ്ങളൊക്കെ ദേഷ്യം വരുമ്പോൾ ഭാര്യയുടെ മുഖത്തിനിട്ട് ഒരെണ്ണം പൊട്ടിക്കാറുണ്ട്. ഇവിടെ കുടുംബസ്വത്ത് എറിഞ്ഞുടയ്ക്കുന്നു. പറഞ്ഞു തീരുന്നതും ശോഭയുടെ മുഖത്തിനൊരടി പൊട്ടിയതും ഒരുമിച്ചായിരുന്നു. മിണ്ടിപ്പോകരുത് നീ. പറഞ്ഞല്ലോ കുടുംബസ്വത്തെന്ന്. ഏത് കുടുംബസ്വത്ത്? എന്ത് സ്വത്ത്? നിന്നെ കെട്ടിച്ചയച്ചപ്പോൾ നിനക്കുള്ളതും പിന്നെ നീ വാശി കാണിച്ച് ആനന്ദിൻ്റെ സ്വത്തിൽ നിന്നൊരു ഓഹരിയും വാങ്ങിക്കൊടുത്തു. അന്ന് അവൻ്റെ പേരിൽ ആ ഓഹരിയുടെ തുക ബാങ്കിലിട്ടത് എൻ്റെ അച്ഛൻ എനിക്ക് തന്ന നിലം വിറ്റാണ്. അന്നിപ്പോൾ നിങ്ങൾ കാരണം കാണുന്ന ആസ്തി ഉണ്ടായിരുന്നില്ല ഈ തറവാടിന്. അതും ആരും മറന്നിട്ടില്ലെന്ന് കരുതുന്നു. എന്നിട്ട് നിന്റെ ഓരോ വരവിനും ഏട്ടനെ മണിയടിച്ച ലക്ഷങ്ങൾ നീ കൊണ്ടുപോകുമ്പോഴും ഭവിയോട് കമ്പനി ലാഭം കണക്ക് പറഞ്ഞ് ചോദിച്ചു വാങ്ങുമ്പോഴും മറുത്തൊരക്ഷരം ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ഉള്ളതൊന്നും ഒരു മണൽതരി പോലും ഞങ്ങൾക്ക് വേണ്ടിയോ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയോ ഉള്ളതല്ല. ഇന്നെൻ്റെ മകൻ ഭവിഷ്യോര നീരാക്കി കൊണ്ട് നടക്കുന്ന കമ്പനി പോലും അവനുള്ളതല്ല. എന്നിട്ടും ഒരു തരി ആത്മാർത്ഥത കുറയാതെ ഊണുമുറക്കവും ഇല്ലാതെ ഓടുന്നുണ്ടവൻ. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? ഇന്ന് വരെ ഞാൻ പറയുന്നതിനെതിരെ ചെയ്തിട്ടോ പറഞ്ഞിട്ടോ ഇല്ല എൻ്റെ ഭവി. കാരണം അവന് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്തത് ഞാനാണ്. പക്ഷേ ബഷിയെ അവന് നിങ്ങളൊക്കെ തന്നെയാണ് വളം വെച്ച് കൊടുത്തത്. പെങ്ങൾ സ്നേഹം കൂടി ബഷിയെ ശോഭയ്ക്കടുത്തേക്ക് പറഞ്ഞയച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാണ് വേണ്ടാന്ന്. അന്ന് വരെ എന്തിനും ഏതിനും എന്നെ വേണമായിരുന്നെന്ന് ശോഭയ്ക്കടുത്ത് നിന്ന് തിരികെ വന്നപ്പോഴാണ് അവനിൽ മാറ്റങ്ങൾ തുടങ്ങിയത്. അവൻ ആദ്യമായി ഇവിടെ നിന്ന് വഴക്കിട്ടിറങ്ങിപ്പോയതും പഠിത്ത കാര്യങ്ങൾ അശ്രദ്ധ കാണിച്ചു തുടങ്ങിയതും നിന്റെ അടുത്തുനിന്ന് തിരികെ എത്തിയപ്പോഴാണ്. പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ നിനക്ക്? തൻ്റെ നേരെ വെല്ലുവിളിയോടെ ശോഭയോട് ചോദ്യമെറിയുന്നവളെ മനോഹർ അത്ഭുതത്തോടെ നോക്കി. തൻ്റെ പാതിയായത് മുതൽ ഒരിക്കൽ പോലും ദേവിയുടെ ഈ ഒരു ഭാവം താൻ കണ്ടിട്ടില്ല എന്ന് അയാൾ ഓർത്തു. നിങ്ങളുടെ മകൻ നശിച്ചു പോയതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഇനിയും ഞാൻ ഇവിടെ നിന്ന് മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. എൻ്റെ അച്ഛൻ കൂടി വരട്ടെ, അപ്പോൾ ഇങ്ങോട്ടേക്ക് ഞാൻ തിരികെ വന്നോളാം. നിങ്ങൾ ഇനിയും ഇതുപോലുള്ള പഴി എൻ്റെ മേൽ ചാർത്തിയാലോ ഇനിയും. അത്രയും പറഞ്ഞ് ശോഭ പുറത്തിറങ്ങി പോയതിന് പിന്നാലെ ദേവി മുറിയിൽ കയറി വാതിലടച്ചതും മനോഹർ സോഫയിലേക്കിരുന്നു. അച്ചമ്മയുടെ നിച്ചൂട്ടനാണോ ഇത്? എത്ര നേരമായി അച്ചമ്മയൊന്ന് കാണാൻ കൊതിക്കുന്നു വാവയെ. ഗസ്റ്റ് ഹൗസ് ചെന്നവിടനെ നിച്ചൂട്ടനെ എടുത്ത് കളിപ്പിക്കുകയാണ് അമ്മമാരൊക്കെ. മനു എവിടെ? കാത്തൂനെ ആദ്യം കണ്ടില്ലല്ലോ. കിടന്നുറങ്ങുമായിരിക്കും എല്ലാവരുമല്ലേ? രാധ മകത്തേക്ക് കയറിക്കൊണ്ടാണ് ചോദിച്ചത്. ജിത്തു അച്ചുവും പരസ്പരം ടെൻഷനോടെ നോക്കി. വാ നമുക്ക് നോക്കാം, എല്ലായിടവും ഒന്ന് ചുറ്റിക്കാണട്ടെ. എന്ത് ഭംഗിയാ പുറത്തുനിന്ന് നോക്കിയിട്ട് തന്നെ. സീത പറഞ്ഞോണ്ട് ലക്ഷ്മിയെ കൈപ്പിടിച്ച അച്ഛന്മാരെല്ലാവരും മുൻപിലെ ലോണിലിരുന്ന് വർത്താനം തുടങ്ങിയിരുന്നു. അവരെവിടെ അച്ചു? അകത്തേക്കും കാണാതെ വെപ്രാളത്തോടെയാണ് ജ്യോതി ചോദിച്ചത്. അതമ്മേ, അവരെന്തോ പർച്ചേസ് ചെയ്യാനായിട്ട് പുറത്തേക്ക് പോയതാ. സിദ്ധുവും കണ്ണനും അങ്ങോട്ട് ചെന്നിട്ട് അവർ ഒരുമിച്ച് തിരികെ വരും. ജിത്തു പറഞ്ഞൊപ്പിച്ചതും അച്ചു സമാധാനത്തോടെ അവനെ നോക്കി. അവൻ അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. കറങ്ങാൻ പോയതാണോ? അച്ചു, നിനക്ക് നിച്ചൂട്ടിനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച് പോരായിരുന്നു. എന്നിട്ട് പോവായിരുന്നല്ലോ അവരുടെ കൂടെ. അങ്ങനെ ചെയ്യാതെ മോന്തയും കയറ്റി പിടിച്ച് നിൽക്കുന്നത് നോക്കിയേ ഇപ്പോൾ. രാധ അച്ചുവിൻ്റെ വാടിയ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണത് പറഞ്ഞത്. പോട്ടെ, സാരമില്ല. ആ IPS ഇങ്ങോട്ട് വരട്ടെ, അമ്മ അവനിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മോളെയും കൊണ്ട് അവൻ പുറത്തേക്ക് പോയിക്കോളും കേട്ടോ. നിച്ചൂട്ടിനെ തോളിൽ കിടത്തി ജ്യോതി അത് പറഞ്ഞതും അച്ചു പൊട്ടിക്കരച്ചിലോടെ രാധമ്മയെ പുണർന്നതും ഒരുമിച്ചായിരുന്നു. ജിത്തു പകപ്പോടെ അച്ചുവിനെയും ബാക്കിയുള്ളവരെയും നോക്കി. ആദിപതിയെ കണ്ണു ചിമ്മി തുറന്നു ചുറ്റും നോക്കി. നോട്ടം പതിഞ്ഞത് തൻ്റെ തൊട്ടടുത്തിരുന്നുറങ്ങുന്ന പെണ്ണിൻ്റെ മുഖത്തേക്കാണ്. ഒരു നോട്ടം നോക്കി കണ്ണു ചിമ്മി ഒന്നുകൂടെ നോക്കിയവൾ. TV-യിലും ഫോണിലുമൊക്കെ താൻ പലതവണ കണ്ട് പരിചയമുള്ള മുഖം. അതെ, അത് തന്നെ, ഗീതിക റാം. ഈ കുട്ടി എന്താ ഇവിടെ? എന്നെ പിടിച്ചുകൊണ്ട് വന്നതുപോലെ ഇതിനെയും ഇവിടെ ആരോ തട്ടിക്കൊണ്ട് വന്നതാവും.
ആരായിരിക്കും ഞങ്ങളെ രണ്ടാളെയും പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? എന്തിനായിരിക്കും? ഈ കുട്ടിയെ ക്യാഷിന് വേണ്ടിയാണെന്ന് കരുതാം. അപ്പോൾ എന്നെയോ? ഇനി കണ്ണേട്ടൻ പറഞ്ഞതുപോലെ അച്ചച്ചന് എൻ്റെ പേരിൽ എഴുതി വെച്ചിരിക്കുകയാണോ സ്വത്തുക്കളൊക്കെ? ദൈവമേ, ഇനി ഇവരെന്നെ കൊണ്ടെല്ലാം ഒപ്പിടിച്ച് സ്വന്തമാക്കുമോ? എൻ്റെ അച്ചച്ചൻ്റെ കഷ്ടപ്പാടാണൊക്കെ. പിന്നെ കണ്ണേട്ടൻ ഇത്രയും നാള് എനിക്ക് കാവൽ നിന്നത് അങ്ങനെ ഒരു കാര്യം കൂടെ പേടിച്ചിട്ടല്ലേ? ഇല്ല, എന്നെ കൊന്നാലും ആർക്കും ഞാൻ ഇതൊന്നും കൊടുക്കാൻ പോകുന്നില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. അത്രയും ആലോചിച്ച് ആദ്യം നോക്കിയത് അവരെ നോക്കാനെത്തിയ വിക്രമൻ്റെ കൂട്ടാളികളുടെ മുഖത്തേക്കാണ്. തന്നെ കൊണ്ടുവരും വഴി കിട്ടിയ അടിയുടെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല എന്നവൾ ഓർത്തു. ഇവനാണോ എന്നെ തല്ലിയത്? കണ്ണു കെട്ടിയത് കൊണ്ട് കണ്ടിട്ടുമില്ല ആരാണെന്ന്. എന്താടി ഒരു ആലോചന? ഇവിടുന്ന് എങ്ങനെ ചാടിപ്പോവാമെന്നാണോ? മുൻപിൽ നിൽക്കുന്നവൻ്റെ അലർച്ചയിൽ വിറച്ചുപോയി ആദി. പക്ഷെ അതിലും പേടിയും വിഷമവും തോന്നിയത് മുൻപിലിരുന്നുറങ്ങിയ ഗീതിക ഞെട്ടി ഉണർന്നു കഴിഞ്ഞപ്പോഴാണ്. നിർത്തടി നിന്റെ കരച്ചിൽ. നിന്നോട് ഞാൻ പറഞ്ഞു ഇവിടെ വാ തുറക്കരുതെന്ന്. ഇനി നിന്റെ ഒച്ച ഇവിടെ ഉയർന്ന അകത്തു കിടക്കുന്ന നിന്റെ മറ്റവനെ പിടിച്ച് കെട്ടിത്തൂക്കും ഞാൻ, കേട്ടല്ലോ? നിന്റെ അഭിനയമൊക്കെ സിനിമയിൽ മതി, ഞങ്ങളുടെ അടുത്ത് വേണ്ട. അത്രയും ഗീതുവിനോട് പറഞ്ഞ് തൻ്റെ നേരെ തിരിയുന്നവനെ കാണെ പേടി തോന്നി ആദിക്ക്. തമ്പുരാട്ടിയോടും കൂടിയാണ് ഇവിടെ കിടന്ന് വല്ല ഒച്ചയും ബഹളവും ഉണ്ടാക്കിയ ഒരു വാണിംഗ് പോലെ ആദിയോടും പറഞ്ഞുകൊണ്ട് അയാൾ തിരിഞ്ഞു നടന്നു. ഗീതിക എന്തിനാ ഇവിടെ പിടിച്ചു വച്ചിരിക്കുന്നത്? കണ്ണു തുടച്ച് മൂലയിൽ ഒതുങ്ങിയിരിക്കുന്ന ഗീതിയോട് വളരെ പതുക്കെയാണ് ആദി ചോദിച്ചത്. നിന്നെ കൊണ്ടുപോവാൻ കാശിനാഥ് വരും. അവനെ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. ഒരു രീതിയിൽ നോക്കിയ എൻ്റെ കൂടി തെറ്റുകൊണ്ടാണ് നീ ഇന്നിവിടെ പെട്ടുപോയതെന്ന് തോന്നുന്നു ആദി. ഐ ആം റിയലി സോറി. അത്രയും പറഞ്ഞ് നിറഞ്ഞ കണ്ണ് തുടയ്ക്കുന്നവളെ ഒന്നും മനസ്സിലാവാതെ നോക്കി ആദി. നിനക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലേ? നിനക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും കാശിനാഥ് എന്ന നിന്റെ ഭാവി വരനെ സ്വന്തമാക്കാൻ നടന്നവളെക്കുറിച്ച് ചിലപ്പോൾ കാശി തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഗീതു അങ്ങനെ പറഞ്ഞപ്പോഴാണ് പണ്ട് ഓഫീസിൽ വെച്ച് ഗീതുവിനെ കണ്ട കാര്യമൊക്കെ ആദിക്ക് ഓർമ്മ വന്നത്. ദുഷ്ടൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നിട്ട് ആദ്യം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഗീതുവിനെ നോക്കി. എനിക്ക് അങ്ങോട്ട് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. അതും ഇഷ്ടമെന്ന് പറയാൻ പറ്റില്ല. കാരണം ആരൊക്കെയോ തോൽപ്പിക്കാൻ വേണ്ടി കണ്ടെത്തിയ മാർഗം അത്രയേ ഉള്ളൂ. പക്ഷേ അന്നും കാശി പറയുമായിരുന്നു കേട്ടോ, മറ്റൊരുവളെ ഇഷ്ടമാണ്, അവളെ മാത്രമേ സ്വന്തമാക്കൂ എന്നൊക്കെ. എല്ലാം വിശദമായി പിന്നെ ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഗീതു അത് പറഞ്ഞപ്പോൾ ആദ്യം നിസ്സഹായതയോടെ കെട്ടിവെച്ചിരിക്കുന്ന തൻ്റെ കയ്യിലേക്ക് നോക്കി. അവളുടെ നോട്ടം കണ്ട് ഗീതുവും അങ്ങോട്ടേക്ക് നോക്കിയ ശേഷം പതിയെ എഴുന്നേറ്റ് അവിടെ കിടന്നിരുന്ന ആക്സ് ബ്ലേഡ് പോലെയുള്ള ഒന്നെടുത്ത് പതിയെ കയറു മുറിച്ചു. ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ടതും ഗീതു വേഗത്തിൽ തൻ്റെ സ്ഥാനത്ത് വന്നിരുന്ന് കണ്ണടച്ചു. ആദ്യ കൈ രണ്ടും പുറകിലേക്ക് കൂട്ടിപ്പിടിച്ച് തലചരിച്ച് കിടന്നു. രണ്ടെണ്ണം ഉറക്കമായോ? ആ, നന്നായി. ഇല്ലേ മോങ്ങിക്കൊണ്ടിരുന്നേനെ. ഒരുത്തൻ വന്ന് എത്തി നോക്കി കൂടെയുള്ളവനോട് പറഞ്ഞുകൊണ്ട് രണ്ടാളും തിരിഞ്ഞു നടന്നു. അവർ പോയതും ഗീതു കണ്ണു തുറന്ന് കയ്യിൽ കരുതിയ ബ്ലേഡ് കയ്യിലെടുത്ത് കയറ് മുഴുവനായും മറുത്തു മാറ്റി. ആദ്യ കൈ വലിച്ചൊന്ന് നിവർന്നിരുന്നു. രണ്ടാളും പതിയെ എഴുന്നേറ്റ് വാതിലിൽ നിന്ന് പുറത്തേക്ക് നോക്കി. തൊട്ടു മുൻപിലുള്ള വാതിലിന് മുൻപിൽ കസേരയിൽ ഇരുന്ന് ഉറങ്ങുന്നവനിൽ നോട്ടം പതിഞ്ഞതും ഒന്ന് പുറകിലേക്ക് മാറിയവർ. അപ്പോഴേക്കും ഗീതുവിൻ്റെ കൈ തട്ടി ഒരു പലക താഴേക്ക് വീണതും ഉറക്കം ഞെട്ടി അയാൾ എഴുന്നേറ്റതും ഒരുമിച്ചായിരുന്നു. അച്ചുമോളെ, എന്താടാ? എന്തിനമ്മയുടെ കുട്ടി കരയുന്നേ? അമ്മയെ പേടിപ്പിക്കാതെ കാര്യം പറയേ. അച്ചു കരഞ്ഞതും രാധമ്മ ടെൻഷനോട് അവളോട് ചോദിച്ചുകൊണ്ടിരുന്നു. അച്ചുമോളെ, നീ എന്തിനാ കരയുന്നേ? കുഞ്ഞ് വിഷമിക്കുന്നത് കണ്ടോ? കയ്യിലിരുന്ന് വിങ്ങിപ്പൊട്ടുന്ന നിച്ചൂട്ടിനെ തൻ്റെ നെഞ്ചോട് അടക്കി പിടിച്ചുകൊണ്ടാണ് ജ്യോതിയമ്മ പറഞ്ഞത്. അച്ചു നിറഞ്ഞ കണ്ണുകൾ രണ്ട് കൈ കൊണ്ട് അമർത്തി തുടച്ച് നിച്ചൂട്ടിനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ പരാജയപ്പെട്ടു. അച്ചൂട്ടി കരയല്ലേ, പോട്ടെ. അതൊന്നുമില്ല എൻ്റെ അമ്മമാരെ. ഞങ്ങൾ ഇങ്ങനെ അമ്മയുടെ സ്നേഹമൊക്കെ വെറും ഓർമ്മകൾ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നിങ്ങളിൽ നിന്നിങ്ങനെ അളവിലും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണു നിറയും. അത് പക്ഷേ സങ്കടം കൊണ്ടല്ല, മനസ്സിലെ സന്തോഷം നിറഞ്ഞൊഴുകുകയാണ്. അച്ചു എങ്ങനെയൊക്കെയോ അവരോട് പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്താടാ ഇവിടെ ഒരു ശബ്ദം കേട്ടത്? ഓഹോ, നീ ഇവിടെ നിന്ന് ഉറങ്ങുമായിരുന്നു അല്ലേ? വേറെ ആരും കാണണ്ട, കണ്ടാൽ നിന്നെ ചവിട്ടിക്കൂട്ടി വല്ലയിടത്തും കൊണ്ടിടും കേട്ടോ. വേറൊരുത്തൻ അങ്ങോട്ട് കയറി വന്നുകൊണ്ട് പറഞ്ഞു. ഓ പിന്നെ, ഇവിടെ ഇരുന്ന് ഉറങ്ങിയായിപ്പം എന്നാന്നേ? ആ പെൺപിള്ളേര് ചാടിപ്പോകുമെന്ന് പേടിച്ചിട്ടാണോ? നല്ല തമാശ. വായിൽ കമ്പിട്ട് കുത്തിയാൽ കരയാൻ മാത്രം അറിയാവുന്നു അതുങ്ങളെ പേടിച്ച് ഞാനിവിടെ ഉറങ്ങാതിരിക്കണോടാ? എൻ്റെ നിഴൽ ഇവിടെ കണ്ടാൽ മതി, രണ്ടെണ്ണവും അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കാനേ. അപ്പോഴാണ് അവൻ്റെ ഒരു തമാശ. ഉച്ചച്ച് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും അവൻ്റെ തലയ്ക്ക് പിന്നിൽ അടിയേറ്റതും ഒരുമിച്ചായിരുന്നു. തലയിൽ കൈവച്ച് നിലവിളിച്ചവൻ താഴേക്ക് ഇരുന്നു പോയി.
വെപ്രാളത്തോടെ ചുറ്റും നോക്കി കൂടെയുണ്ടായിരുന്നവൻ. ആരോടാ പന്ന മക്കളെ? അലറിക്കൊണ്ട് ചുറ്റും നോക്കിയതും അടുത്ത നിമിഷം മുതുകിന് കിട്ടിയൊരു ചവിട്ടിൻ്റെ ആഘാതത്തിൽ തറയിലേക്ക് ഇരുന്നു പോയി അവനും. അണ്ണ, അകത്താരോ കയറിയിട്ടുണ്ട്. വിക്രമിനടുത്തിരുന്ന കയ്യിലെ പൊടി തട്ടിക്കൊണ്ട് എഴുന്നേറ്റു. ചുറ്റും പരന്നു കിടന്നതെല്ലാം എഴുന്നേറ്റ് ആയുധങ്ങൾ കയ്യിലെടുത്തു. വിക്രം അരയിൽ നിന്നൊരു തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാൻ റെഡിയായി. ഇവിടെ നിൽക്കാതെ പോയി നോക്കണ കോപ്പന്മാരെ. വിക്രമിന് ചുറ്റും തന്നെ നിലയുറപ്പിച്ചവന്മാരോടായി അയാൾ അലറി. ഒരുവൻ പതിയെ മുൻപിലേക്ക് നടന്നു. ബാക്കിയുള്ളവർ അവന് പിന്നാലെയും. 2 പേർ മാത്രം വിക്രമിന് ഇടവും വലവും നിലയുറച്ചു. ഇവിടെ വേറെ ആരോ അകത്ത് കയറിയിട്ടുണ്ടടാ, പോയി നോക്കടാ. വിക്രമിന്റെ അലർച്ച കേട്ടതും ചുറ്റും നിന്നവർ പല വഴി പാഞ്ഞിരുന്നു. കണ്ണ, നമ്മൾ എവിടേക്കാ? കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിലൂടെ അതിവേഗം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിലിരുന്ന് ചുറ്റും നോക്കിക്കൊണ്ടാണ് സിദ്ധു കാശിയോട് ചോദിച്ചത്. നിനക്ക് വാക്ക് നന്നതല്ലേ ഞാൻ? ഇന്നത്തെ ദിവസം നിന്റെ പെങ്ങൾ നിന്റെ അടുത്ത് എത്തിച്ചിരിക്കുമെന്ന്. അതെനിക്ക് പാലിച്ചല്ലേ പറ്റൂ. അതുമാത്രമല്ല, കൊച്ചുമകളെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തിരിച്ചു കൊടുക്കാമെന്ന് അവളുടെ അച്ചാച്ചനും വാക്ക് കൊടുത്തിരുന്നു ഞാൻ. കൊടുത്ത വാക്ക് പാലിച്ചാണ് എനിക്ക് ശീലം. കാശി പറഞ്ഞതും സിദ്ധു വിഷമത്തോടെ അവനെ നോക്കി. സോറിടാ, ആദ്യമോളെക്കുറിച്ചൊരു വിവരവും ഇല്ലാതിരുന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അതുകൊണ്ടാണ്. നീ അത് വിട്ടേക്ക്. അയ്യോ, ഒന്ന് പോടാപ്പാ. ഞാനിനി അവിടെ ചെന്നിട്ടുള്ള ഫൈറ്റിൻ്റെ ഒക്കെ കാര്യമാണ് ചിന്തിക്കുന്നത്. അപ്പോഴാണ് അവൻ്റെ ഒരു സെൻറ്റി. കാശി പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണ് അമർത്തി തുടച്ച് കാറിൻ്റെ സ്പീഡ് കൂട്ടി. നമ്മൾ ആദ്യക്കടുത്തേക്കാണോ മനുവേട്ട പോകുന്നത്? പ്രതീക്ഷയോടെയുള്ള കാത്തുവിൻ്റെ ചോദ്യം കേട്ടത് മനു വണ്ടിൽ സൈഡിൽ ഒതുക്കി. എന്തിനു കാറ് നിർത്തിയേ? വാ, നമുക്ക് വേഗം പോകാം. കരഞ്ഞോണ്ട് പുലമ്പുന്നവളെ മനു സങ്കടത്തോടെ നോക്കി. ആര് പറഞ്ഞു നിന്റെ തെറ്റാണെന്ന്? അല്ല മോളെ, ഇങ്ങനെയല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ ഇത് സംഭവിച്ചേ മതിയാവൂ. കാരണം എല്ലാ കഥയും ഒരിക്കൽ അവസാനത്തിലേക്ക് എത്തേണ്ടത് തന്നെയല്ലേ? നീ കേട്ടിട്ടില്ലേ കാത്തു? സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. എന്തൊക്കെ ഈ പറയുന്നേ? കാത്തു നെറ്റിച്ചുളിച്ചുകൊണ്ട് മനുവിനെ നോക്കി. സമയമാവുമ്പോൾ നിന്നെ ആദ്യക്കടുത്തേക്ക് കൊണ്ടുപോവാം. കണ്ണനും സിദ്ധുവും എത്തട്ടെ ആദ്യം ഇവിടെ. അത് പറഞ്ഞുകൊണ്ട് മനു വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കാത്തു സംശയത്തോടെ മനുവിനെ നോക്കി. ഇവിടെ ഒന്നൊരു പട്ടിക്കുഞ്ഞിനെ പോലും കാണുന്നില്ല. ഈ അണ്ണൻ്റെ കാര്യം. അല്ലെങ്കിലും നമ്മൾ ഇത്രയും ആളുകൾ ഇതിനകത്തുള്ളപ്പോൾ പുറത്തുനിന്ന് ആര് വന്ന് കയറാനാണടാ? ഒരുവൻ ബംഗ്ലാവ് മുഴുവനും തിരഞ്ഞു മറ്റാരെയും കാണാതെ കൂടെയുള്ളവനോട് പറഞ്ഞു. അത് ശരിയാണ്, പക്ഷേ ഇത് ചെന്ന് അണ്ണനോട് പറഞ്ഞ അണ്ണൻ വിശ്വസിക്കുന്നുവോ? ഡാ, ഇനി അവളുമാരെങ്ങാനുമാണോ? അതോ ഇനി ആ നീരജ് പറയുന്നവനെ അവളുമാര് തുറന്നു വിട്ടിട്ട് നമ്മുടെ ആൾക്കാരെ തല്ലിക്കഴിഞ്ഞ് വീണ്ടും പൂട്ടിയതാണോ? സംശയം പറഞ്ഞുകൊണ്ട് അവരെ പൂട്ടിയ മുറിയുടെ അകത്തേക്ക് നടന്നു അവർ. രണ്ടും കൂടി വിഴുന്ന് ഗൂഢാലോചനയാണോ? വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി ഉച്ചത്തിലാണ് അവൻ ചോദിച്ചത്. ആദിയോടെന്തോ പറഞ്ഞുകൊണ്ടിരുന്ന ഗീതു ഞെട്ടിപ്പോയിരുന്നു. ചോദിച്ചത് കേട്ടില്ലേ? സത്യം പറയടി, നീയൊക്കെ മുറിയിൽ കിടക്കുന്ന മറ്റൊന്നെ തുറന്നു വിട്ടല്ലേ ഞങ്ങളെ ആളുകളെ തല്ലിച്ചത്? രണ്ടാമൻ അലറിക്കൊണ്ട് ഗീതുവിനടുത്തേക്ക് ചെന്നു. ഇല്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല. വിക്കിയാണെങ്കിലും ഗീതു പറഞ്ഞൊപ്പിച്ചു. ഓ, അവൾക്കൊന്നും അറിയില്ലാന്ന്. ഉള്ള കുഞ്ഞല്ലേ. നീ നടിയല്ലൊരു കോപ്പേ. നിനക്കൊക്കെ എന്തൊക്കെ അറിയാമെന്നും എക്സ്പീരിയൻസ് എന്തോരം ഉണ്ടാകുമെന്നും ഞങ്ങൾക്കറിയാടി. ഒന്നാമൻ പറഞ്ഞതും ഗീതുവും ആദ്യം മനസ്സിലാവാതെ നെറ്റിചുളിച്ചു. ഉള്ള കുഞ്ഞല്ലേ, മനസ്സിലായി കാണില്ല. നീയും മോശമൊന്നും ആയിരിക്കില്ല. വലിയ ബിസിനസ്സുകാരുടെ കൂടെയല്ലേ സഹവാസം, ഇവൾ സിനിമക്കാരുടെ കൂടെയും. അത് പറഞ്ഞു തീരുന്നതും അവൻ്റെ തലയിലേക്കൊരു ബുള്ളറ്റ് കയറിയിരുന്നു. തങ്ങളുടെ കാൽക്കലേക്ക് ജീവനറ്റ് വീണവനെ കണ്ടതും അലറി വിളിച്ചുപോയി ആദിയും ഗീതവും. പെട്ടെന്നുള്ള സംഭവത്തിൽ പകച്ചു പോയിരുന്നു കൂടെ നിന്നവരും. ഇത്രയും നേരം തൻ്റെ ഒപ്പം സംസാരിച്ച് നിന്നവൻ ഇപ്പതാ തൊട്ടു മുൻപിൽ ചത്തുമലച്ച് കിടക്കുന്നു. തിരിഞ്ഞു നോക്കിയതും കണ്ട് തോക്ക് ചൂണ്ടി നിൽക്കുന്ന കൂട്ടത്തിലെ തന്നെ മറ്റൊരുവനെ. ഡാ പൊന്ന മോനെ, കൂട്ടത്തിലുള്ളവനെ ആണോടാ കൊലക്ക് കൊടുക്കുന്നത്? അരിശം കയറി അലറിപ്പോയിരുന്നു അവൻ. നിന്നെയൊക്കെ ഏൽപ്പിച്ചത് ഇവിടെ കാവൽ നിൽക്കുക എന്നുള്ളതാണ്, അല്ലാതെ ഇവിടെയുള്ളവരോട് വർത്താനം പറയാനല്ല. ഇനി അവരോട് മോശമായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അറിഞ്ഞ ഈ കിടക്കുന്നവൻ്റെ അവസ്ഥയാവും. ഓർമ്മയിലിരിക്കട്ടെ. അത് പറഞ്ഞുകൊണ്ട് മുൻപിൽ നിൽക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ തോക്ക് വാങ്ങി അരയിൽ തിരികിക്കൊണ്ട് വിക്രം തിരിഞ്ഞു നടന്നു. ഒരു നിമിഷം എല്ലാവരും പകച്ചു നിന്നെങ്കിലും പെട്ടെന്ന് തന്നെ ബോധത്തിലേക്ക് വന്നവർ 3-4 പേര് വന്ന് വീണു കിടന്നവനെ പൊക്കിക്കൊണ്ടുപോയി. ആദ്യം ഗീതവും പേടിയോടെ നോക്കിക്കൊണ്ട് മൂലയിലേക്ക് ചുരുണ്ടു. അച്ചച്ച, പേടിച്ചതുപോലെ തന്നെ സംഭവിക്കുമോ തനിക്ക് വന്ന കോള് കട്ട് ചെയ്തുകൊണ്ട് ടെൻഷനോടെ ഭവ്യ അച്ചച്ചനോട് പറഞ്ഞു.
ഇല്ല, ഒന്നും സംഭവിക്കില്ല. അതിന് നിന്റെ ഈ അച്ചച്ചൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവരെത്തും മുൻപേ തന്നെ നമ്മൾ അവിടെ എത്തണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കും പോലെ കാര്യങ്ങൾ നടക്കൂ. അയാളുടെ ശൗര്യവും ദേഷ്യവും വാശിയും അവനിൽ അത്ഭുതപ്പെടുത്തിയിരുന്നു. അച്ചച്ച, എൻ്റെ രുദ്ര. ഭവിയുടെ ചോദ്യം കേട്ടെങ്കിലും അദ്ദേഹം അത് കേൾക്കാത്ത മട്ടിൽ പുറത്തേക്ക് നോക്കിയിരുന്നു. ഭവി ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. എനിക്ക് മനസ്സിലാവുന്നില്ല അണ്ണൻ എന്താ ഇങ്ങനെ ചെയ്തതെന്ന്. നമ്മളെ പോലുള്ളവരെ തല്ലിയാലും കൊന്നാലും ഒരു പട്ടിയും ചോദിക്കില്ലെന്നുള്ളത് കൊണ്ടാണോ? ഒന്നുമില്ലെങ്കിലും അണ്ണൻ്റെ കയ്യിൽ ചോര പുരളാതിരിക്കാൻ വേണ്ടി ഓരോ ജീവനെയും ഇല്ലാണ്ടാക്കിയവനായിരുന്നില്ലേ അവൻ? ദാ കുറച്ചു മുൻപ് വരെ എനിക്ക് കർമ്മയെന്നൊന്നിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് കൂടെ നിന്നവൻ ഇല്ലാണ്ടായില്ലേ കൺമുൻപിൽ? അതും കൂട്ടത്തിൽ ഒരുത്തൻ്റെ കൈകൊണ്ട് തന്നെ. അത് കണ്ടപ്പോൾ തോന്നിപ്പോകുന്നു ചെയ്തു കൂട്ടിയതിനൊക്കെയുള്ള തിരിച്ചടിയാണിതെന്ന്. കൈ ചുരുട്ടി അവൻ ഭിത്തിയിലൊന്നിടിച്ചു. ഏട്ടാ നിനക്കെന്താ വട്ടാണോ? കൂടെ കൂട്ടിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നതല്ലേ ഇതൊക്കെ? അണ്ണന് നമ്മളെ തല്ലാനും കൊല്ലാനും ഒക്കെയുള്ള അനുവാദം കൊടുത്തിട്ട് തന്നെയാണ് ഇവിടെ നിന്നത്. ഇനി അണ്ണൻ പറയുന്നതൊക്കെ അക്ഷരം പ്രതി അനുസരിക്കുക, അല്ലെങ്കിൽ മരിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയും നിന്റെയോ എൻ്റെയോ മുൻപിലില്ല. കൂട്ടാളിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു അവൻ. നീ എന്താ വിളിച്ചത്? നരി എന്നല്ലേ? എൻ്റെ പേരെന്താണെന്ന് അറിയുമോ നിനക്ക്? ഫഹദ്. നല്ല പേരല്ലടാ, പക്ഷെ അറിയപ്പെടുന്നതോ നരി എന്ന പേരിലും. നിന്റെ പേരെന്താ? സാജൻ എന്നല്ലേ? പക്ഷേ വിളിപ്പേര് കഴുകൻ. നല്ല തമാശ. അല്ലെങ്കിലും ഒരു മണിക്കൂറത്തെ സുഖത്തിന് വേണ്ടി നമ്മളെ പോലെയുള്ളവരെ ഉണ്ടാക്കിയതുപോലെ ഓരോ ഇടങ്ങളിലേക്ക് വലിച്ചെറിയുന്ന തന്തയും തള്ളയും ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ഈ ഗതിയല്ലേ വരുള്ളൂ. നമുക്കൊന്നൊരു സാധാരണ കുടുംബജീവിതമൊന്നും സ്വപ്നം കാണാൻ പോലുള്ള അവകാശം ഇല്ലല്ലോ. പിന്നെ ഒരു കണക്കിന് നോക്കിയാൽ ആർക്കും ഉപകാരമില്ലാത്ത ഈ ജന്മമൊക്കെ എങ്ങനെയെങ്കിലും തീരുന്നതാണ് നല്ലത്. ഒന്ന് പോയിടാ, നിനക്ക് വട്ടാണ്. ആദ്യം തന്നെ ഈ പണിക്കിറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളയണം. അല്ലാതെ ജീവിതം സ്വർഗം സ്വപ്നം കണ്ടുകൊണ്ട് ഈ പണിക്കിറങ്ങരുത്. പോയി ആ മുറിക്ക് കാവൽ നിൽക്ക്. സാജൻ അവനെ തോളിൽ പതിയെ തട്ടിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. ഫഹദ് കുറച്ചു നേരം അവിടെ കണ്ണടച്ചു നിന്ന ശേഷം ആദിയും ഗീതവിനെയും പൂട്ടിയിരിക്കുന്ന മുറിക്കടുത്തേക്ക് നടന്നു. ആദി, നമുക്കിവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? ഇനി കാശിനാഥ് വരാതെ നമുക്ക് പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഗീതു കീഹോളിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്. നമുക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ കണ്ണേട്ടൻ വരുമെന്ന് എനിക്കുറപ്പുണ്ട്. എൻ്റെ സിദ്ധുവേട്ടനും എന്നെ തിരിഞ്ഞു വരാതിരിക്കില്ല, എനിക്കുറപ്പുണ്ട്. ആദി പുറകിലെ പിടിച്ചിരുന്ന കൈ വലിച്ചെടുത്ത് തടവി. സിദ്ധു ആരാ? എൻ്റെ ഏട്ടൻ. എനിക്കുറപ്പാണ് കണ്ണേട്ടനും സിദ്ധുവേട്ടനും ഇങ്ങോട്ടേക്ക് വരും. ആദി വിഷമിക്കേണ്ട, കാശിനാഥിന് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ അയച്ചു കൊടുത്തിരുന്നു. അപ്പോഴാണ് അയാൾ എൻ്റെ ഫോൺ വാങ്ങിയതും എന്നെ തല്ലിയതും. ആദിയുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ടാണ് ഗീതു പറഞ്ഞത്. ഓഹോ, രണ്ടെണ്ണവും രക്ഷപ്പെടാനുള്ള പഴുതുകളെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണല്ലേ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്? പെട്ടെന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന ഫഹദ് രഹസ്യം പോലെയാണ് അവരോട് ചോദിച്ചത്. ആദിയും ഗീതുവും പേടിയോടെ കൈകോർത്ത് പിടിച്ചു. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇടപെടേണ്ട കാര്യമില്ല, അതുകൊണ്ട് അറിയിക്കേണ്ടവരെ അറിയിക്കാം. പെട്ടെന്ന് കയറി വന്നവൻ അതുപോലെ തന്നെ തിരിച്ചു പോവാനിറങ്ങി. എന്ത് പേടിച്ചു പോയോ? നീയൊക്കെ എന്തിനാ പേടിക്കുന്നത്? നിന്നെയൊക്കെ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നാലും തെറ്റായ അർത്ഥത്തിൽ നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യില്ലല്ലോ ആരും. കാരണം നീയൊക്കെ വലിയ കൊമ്പത്തെ ആളുകൾ ആയതുകൊണ്ടല്ലേ. ഇപ്പോൾ ഞാനിവിടെ കേട്ടതൊക്കെ എനിക്ക് വേണമെങ്കിൽ എല്ലാവരോടും പറയാം. പറയുന്ന നിമിഷം ഒരു പക്ഷേ നിങ്ങളെ ഇവിടെ നിന്ന് മാറ്റും. നിങ്ങളെ തിരിഞ്ഞു വരുന്നവർക്ക് കണ്ടെത്താനും പറ്റില്ല. പക്ഷെ അങ്ങനെ ചെയ്താലേ ഞാൻ എന്നോട് ചെയ്യുന്ന ചതി തന്നെയാവും. അതുകൊണ്ട് മാത്രം ഇതൊന്നും ഞാൻ ആരെയും അറിയിക്കുന്നില്ല. നിങ്ങൾ രക്ഷപ്പെടുകയോ ആരെങ്കിലും വിളിച്ചു വരുത്തുകയോ ഇവിടെയുള്ളവരെയൊക്കെ കൊല്ലുകയോ തല്ലുകയോ എന്തു വേണമെങ്കിലും ചെയ്തോ. പിന്നെ കൊല്ലുമ്പോൾ ആ വിക്രമില്ലേ, അവന് വിടരുത്, തീർത്ത് കളയണം പന്ന മോനെ. അത്രയും തിരിഞ്ഞു നിന്ന് പറഞ്ഞുകൊണ്ടവൻ വാതിൽ പൂട്ടാതെ പുറത്തേക്ക് ഇറങ്ങി നടന്നു. ആദിയും ഗീതവും പരസ്പരം നോക്കി. ഡാ നരി, എവിടേക്കാ? ഈ മതിൽ കെട്ടുവിട്ട് എങ്ങോട്ടും പോവരുതെന്ന് അണ്ണൻ്റെ താക്കീതുണ്ട്. അതനുസരിച്ചേ പറ്റൂ. അതിനെ ഞാൻ എങ്ങോട്ട് പോയെന്നാടാ നീ പറയുന്നത്? ഇവിടെ ആളനക്കം പോലെ തോന്നിയത് കൊണ്ട് ഞാനൊന്ന് ഇറങ്ങി നോക്കിയെന്നേ ഉള്ളൂ. ആരെങ്കിലും വന്ന് എന്തെങ്കിലും പ്രശ്നമാകുമ്പോൾ കുരുതി കൊടുക്കുന്നത് ഞങ്ങളെ പോലുള്ളവരെ തന്നെയല്ലേ. അപ്പോൾ പിന്നെ ഇതൊക്കെ ഞാനെങ്കിലും നോക്കിയല്ലേ പറ്റൂ. ഫഹദ് ഒന്നുകൂടെ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അകത്തേക്ക് കയറി. തീർന്നോ നിന്റെയൊക്കെ ഗൂഢാലോചന? ആദിയോടും ഗീതുവിനോടും വാതിൽക്കിൽ നിന്ന് ചോദിച്ചുകൊണ്ട് ഫഹദ് അകത്തേക്ക് കയറി. ഇനി എന്താണെന്ന മട്ടിൽ തന്നെ നോക്കുന്നവരെ കണ്ട് ഫഹദിന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് തൻ്റെ ഫോൺ കയ്യിലെടുത്തു.
നീയൊക്കെ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആരും വന്നില്ലല്ലോ, എന്തേ വരില്ല എന്നുണ്ടോ? അവൻ്റെ ചോദ്യം കേട്ടതും രണ്ടാളും പരസ്പരം നോക്കി. കാശ് മെസ്സേജ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും വരും. പേടിയോടെ ശബ്ദം താഴ്ത്തിയാണ് ഗീതു പറഞ്ഞത്. അപ്പം മെസ്സേജ് അവൻ കണ്ടില്ലെങ്കിൽ നീയൊക്കെ ഇവിടെ തന്നെ കിടക്കുമല്ലേ? എന്തായാലും ഫോണൊക്കെ ചവിട്ടി പൊട്ടിച്ചതല്ലേ, ദാ ഇതിൽ ആരെയാന്ന് വിളിച്ച്, എന്നിട്ട് എത്രയും പെട്ടെന്ന് വരാൻ പറ. ഒരു ചെറിയ ഫോൺ ആദിയുടെ കാൽക്കലേക്ക് എറിഞ്ഞുകൊണ്ട് അവൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി നിന്നു. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി. ആലോചിക്കാതെ വേഗം വിളിക്കടി. ആദിയും ഗീതുവും സംശയിച്ച് നിന്നെങ്കിലും ഫഹദിൻ്റെ ഒച്ച ഉയർന്നതും പെട്ടെന്ന് തന്നെ അവൾ ഫോൺ കയ്യിലെടുത്തു. ദാ നിന്റെ ഫോണല്ലേ റിങ് ചെയ്യുന്നത്, എടുക്കുന്നില്ലേ? കാശിയുടെ ഫോൺ കയ്യിലെടുത്ത് സ്ക്രീനിലെ നമ്പർ നോക്കിക്കൊണ്ട് സിദ്ധു പറഞ്ഞു. വീട്ടിൽ നിന്നോ ഓഫീസിൽ നിന്നോ ആവുമെടാ, കുറച്ചു മുൻപ് ആ മാനേജർ വിളിച്ചിരുന്നു, കട്ട് ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും വിളിക്കുന്നതാവും. പറഞ്ഞു തീരും മുൻപേ തന്നെ കോള് കട്ടായിരുന്നു. കട്ടായിടാ, സിദ്ധു പറഞ്ഞുകൊണ്ട് കാശിയുടെ ഫോൺ യഥാസ്ഥാനത്ത് വെച്ചു. അടുത്ത നിമിഷം കാശി ബ്രേക്ക് ചവിട്ടി പെട്ടെന്നുള്ള നീക്കമായതുകൊണ്ട് സിദ്ധു മുൻപിലേക്ക് ആഞ്ഞു പോയിരുന്നു. തല ചെറുതായി ഇടിക്കുകയും ചെയ്തു. എന്താടാ പൊന്ന മോനെ? സിദ്ധു ചോദിച്ചുകൊണ്ട് നെറ്റി തടവി. എന്താടാ, മാനേജറല്ലേ വിളിച്ചത്? വെപ്രാളത്തോടെ ഫോണെടുത്ത് നോക്കുന്നവനെ നോക്കി സിദ്ധു. അറിയില്ലടാ, ഇനി ആരൂട്ടിയാണെങ്കിലോ? പെട്ടെന്ന് തന്നെ ആ നമ്പറിൽ കോൾ ചെയ്ത് ചെവിയിൽ വെച്ചു. കണ്ണേട്ടാ? വിളി കേട്ടതും കാശി അത്ഭുതത്തോടെ സിദ്ധുവിനെ നോക്കി. അച്ഛനും ജിത്തു വെപ്രാളത്തോടെ ഇരുന്നപ്പോഴാണ് ജിത്തുവിൻ്റെ ഫോണിൽ മെസ്സേജ് ട്യൂൺ കേട്ടവൻ ഫോൺ കയ്യിലെടുത്ത് നോക്കി. ആരായിട്ടാ, അവരാണോ? അച്ചു വെപ്രാളത്തോടെ ചോദിച്ചു. അത് സിദ്ധുവാണ്, ഞാൻ ചെന്നിട്ട് മോളെ വിളിക്കാം. മാക്സിമം ആരെയും ഒന്നും അറിയിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഏട്ടൻ പോയിട്ട് വരാം, അമ്മയെ കാണുന്നില്ല. പുറത്തു പോയെന്ന് പറഞ്ഞാൽ മതി, ടെൻഷൻ ആവേണ്ട കേട്ടോ. അച്ചുവിനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മുത്തി ജിത്തു കീയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ആ, നിങ്ങളുടെ കാശിനാഥ് എത്തിയെന്ന് തോന്നുന്നു, 2 തല്ലുകൊള്ളാൻ റെഡിയായിക്കോളൂ കേട്ടോ. പുറത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും ഫഹദ് ആദിയോടും ഗീതുവിനോടും പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി താഴേക്ക് നടന്നു. കാറിൽ നിന്ന് വെൽ ഡ്രസ്സായ ഒരു മധ്യവയസ്കൻ ഇറങ്ങുന്നതും വിക്രമൻ അയാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതും കണ്ട് ഫഹദ് നെറ്റി ചുളിച്ചു. അണ്ണാ, ഇതാരാ? വാതിൽക്കൽ നിൽക്കുന്ന ഒരുവനോട് ചോദിച്ചുകൊണ്ട് വീണ്ടും വന്നയാളെ അടിമുടി നോക്കി. അകത്ത് കിടക്കുന്ന അവളുമാരെ കൊണ്ടുപോകാൻ വന്നതാവും ചിലപ്പോൾ, അല്ലെങ്കിൽ തീർക്കാനാവും വന്നത്. അത് കേട്ടൊന്ന് ഞെട്ടിയെങ്കിലും അത് മറച്ചുകൊണ്ട് അവൻ ഫോണെടുത്ത് കാശിയുടെ നമ്പർ ഡയൽ ചെയ്ത് മുകളിലേക്ക് നടന്നു. ഡേയ്, വരുന്നുണ്ടെങ്കിൽ വേഗം വന്ന് കൊണ്ടുപോവാൻ നോക്ക്. ഇവരെ കയറ്റി അയക്കാൻ ഇതാ ആള് വന്നു നിൽക്കുന്നു. ഇവിടുന്ന് ഇറങ്ങിയാൽ പിന്നെ ഒരു തുമ്പ് പോലും കിട്ടില്ല. അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതും വാതിൽ നിന്നവൻ്റെ തലയിൽ ഒരു കമ്പ് വന്നിടിച്ചതും ഒരുമിച്ചായിരുന്നു. കാവൽ നിന്നവരിൽ ഒരാൾ ചോരയിൽ കുതിർന്നു കിടക്കുന്നത് കണ്ടതും പേടിയോടെ ഫഹദ് മുകളിലേക്ക് ഓടിയിരുന്നു. പിന്നാലെ വിക്രമത്തിൻ്റെ ഒച്ചയിടലും കൂട്ടാളികളുടെ ആയുധമെടുക്കലും ഒക്കെ കണ്ടപ്പോഴേ അവന് മനസ്സിലായിരുന്നു കാശിനാഥ് അകത്തേക്ക് കയറിയിട്ടുണ്ടെന്ന്. കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് തന്നെ വിക്രമന്റെ കൂട്ടാളികൾ പകുതി ആളുകളെയും അടിച്ചു നിലം പരശാക്കി മുകളിലേക്ക് കയറുന്നവനെ നോക്കിക്കൊണ്ട് തന്നെ ഫഹദ് ആദിയോടും ഗീതുവിൻ്റെയും അടുത്തേക്ക് നടന്നു. വിക്രം ഖാൻ തൻ്റെ നേരെ ആയുധവുമായി വന്നൊരുങ്ങുന്ന ചവിട്ടി വീഴ്ത്തി അവൻ്റെ ആയുധം കൈക്കലാക്കി ഉച്ചത്തിൽ വിളിച്ചു സിദ്ധു. സിദ്ധുവേട്ടാ. മുകളിൽ നിന്ന് ആദിയുടെ വിളി കേട്ടതും സിദ്ധു പടികൾ ഓടിക്കയറി. അടഞ്ഞുകിടന്ന വാതിൽ തള്ളി തുറന്നതും അവൻ പകച്ചു പോയിരുന്നു. 5-6 പേരുടെ കത്തിമുനയിൽ പേടിച്ചു നിൽക്കുന്ന ആദി. അവിടെ ഉണ്ടായിരുന്ന ഡെസ്കിൽ കാൽ കയറ്റിയിരിക്കുകയാണ് വിക്രം. അവന് പിന്നിലായി 2 പേരും. നിനക്കെന്താണ് വേണ്ടത് വിക്രം? സിദ്ധു അലറി. പൊന്ന മോനെ. മറ്റൊരുവന്റെ കഴുത്തിൽ കത്തിവെച്ചു വരഞ്ഞുകൊണ്ട് കാശി വിക്രമിന് മുന്നിലേക്ക് തള്ളിയിട്ടു. തൻ്റെ മുൻപിൽ കിടന്നു പിടയുന്നവനെ നോക്കിക്കൊണ്ട് തന്നെ ആദിയുടെ കവിളിൽ കുത്തിപ്പിടിച്ചു പിന്നിലേക്ക് തള്ളി വിക്രം. ആരു? കണ്ണ വേണ്ട. മുൻപോട്ട് കുതിക്കാൻ ആഞ്ഞവനെ പിടിച്ചു നിർത്തി സിദ്ധു. അന്തബ്ബായി ഇറുക്കണം, വിക്രം ചിരിയോടെ പറഞ്ഞു. ഡോ. കാശി ദേഷ്യം കടിച്ചമർത്തി. ചെല്ലടാ, 2നെയും അങ്ങോട്ട് കൊണ്ടുപോ. വല്ല വിളച്ചിലും എടുത്ത് അറിയാലോ. ആദിയുടെ കഴുത്തിലെ കത്തി ഒന്നുകൂടെ അമർത്തി വിക്രം. നടക്ക് വേഗം. വിക്രമിന്റെ കൂട്ടാളികൾ 2 പേർ കാശിയെയും സിദ്ധുവിനെയും മറ്റൊരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു കസേരയിലിരുത്തി കൈ രണ്ടും കെട്ടി. തങ്ങൾക്ക് പിന്നാലെ അവരും വരുന്നത് നോക്കി കാശി. സിദ്ധുവിൻ്റെ കണ്ണുകൾ രക്ഷപ്പെടാൻ ഒരു പഴുതു തേടുകയായിരുന്നു. പുറത്തുനിന്നുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടതും കണ്ണുകൊണ്ട് കാശി അത് കാണിച്ചു കൊടുത്തു സിദ്ധു. ആദിയുടെ കഴുത്തിൽ കത്തിവെച്ചിരിക്കുന്ന കാഴ്ച 2 ആൾക്കും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പേടിച്ചു നിൽക്കുന്നത് തൻ്റെ പ്രാണനെ കണ്ണുകൊണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കാശി. പറ, നിനക്കൊക്കെ എന്താ വേണ്ടത്? അവളെ ഒന്നും ചെയ്യരുത്. കാശി പേടിച്ചു കരയുന്ന ആദിയെ നോക്കിക്കൊണ്ടാണത് പറഞ്ഞത്.
അവർക്കല്ല, എനിക്കാണ് വേണ്ടത്. മറ്റൊരു ശബ്ദം കേട്ടതും അങ്ങോട്ടേക്ക് നോക്കി സിദ്ധുവും കാശിയും. വിശ്വനാഥ്. കാശി പറയുന്നത് കേട്ട് സിദ്ധുവും അയാളെ നോക്കി. അതെ, വിശ്വനാഥ്, മാണിക്യമംഗലം മഹാദേവ നാരായണന്റെ മകൾ ശോഭ മഹാദേവന്റെ ഒരേ ഒരു ഭർത്താവ് വിശ്വനാഥ് മേനോൻ. നിങ്ങൾക്ക് എന്നെ ഒരുപാട് പരിചയമുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഞാൻ അങ്ങനെ നേരിട്ടിറങ്ങി കളിക്കാറില്ല. എനിക്കിഷ്ടം മറ്റുള്ളവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കാനാണെന്നേ. അതുകൊണ്ട് എനിക്ക് വേണ്ടി കളത്തിലിറങ്ങിയത് ദാ ഇവർ രണ്ടാളുമാണ്. വിശ്വനാഥ് തിരിഞ്ഞു നോക്കിയതും നടന്നു വരുന്നത് കണ്ട് സിദ്ധുവും കാശിയും അത്ഭുതത്തോടെ നോക്കി. ബഷിക്. സിദ്ധു പതിയെ പറഞ്ഞു. അതെ, നിന്റെയൊക്കെ ശത്രു ഭവിഷ്യന്റെ അനുജൻ ബഷിക്. പാവം സിദ്ധാർത്ഥ് ഒരുപാട് കാലം ഭ്രാന്തനായി ജീവിച്ചു അല്ലേ. പോട്ടെ, എന്താ ചെയ്യുക, അതൊക്കെ സാറിന്റെ വിധി എന്നല്ലാതെ എന്താ ഞാനിപ്പോൾ പറയുക. അതും പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നവനെ പല്ല് കടിച്ചു നോക്കി കാശി. എന്താ കാശിനാഥ് മഹാദേവന് ദേഷ്യം വരുന്നുണ്ടോ? അല്ല, വീരശൂര പരാക്രമിയായ കാശിനാഥ് ഇങ്ങനെയൊരവസ്ഥയിൽ വരുമെന്ന് സത്യം പറഞ്ഞ ഞാൻ സ്വപ്നത്തിൽ പോലും അറിഞ്ഞില്ല കേട്ടോ. പിന്നൊരു കാര്യമുണ്ട്, കാശിനാഥ് സാക്ഷാൽ മഹാദേവന് പോലും ശനി ബാധിച്ചിട്ടുണ്ട്. പിന്നെയാണോ ഈ കാശിനാഥ് മഹാദേവന്? അപ്പം എങ്ങനെയാ സാറുമാരെ? ദേ, വളച്ചുകെട്ടില്ലാതെ എൻ്റെ ആവശ്യം ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. ദേ, ഈ നിൽക്കുന്ന ആദിരുദ്രയുടെ പേരിൽ എൻ്റെ ആ മരമണ്ടൻ അച്ചച്ചൻ എഴുതി വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ മുഴുവനും എൻ്റെ പേരിലാക്കി തരിക. പിന്നെ ആദിരുദ്രയെ, അവളെ എൻ്റെ ചേട്ടന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഭവിഷ്യൻ അവൻ്റെ രുദ്രയെ അങ്ങ് കൊടുത്തേക്ക്. സത്യം പറഞ്ഞ ആർക്കും കൊടുക്കാനൊന്നും തോന്നില്ല. സ്വന്തമാക്കാൻ തോന്നിപ്പോകുന്ന തലത്തിലല്ലേ ഇതിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അല്ലേ അപ്പച്ചി? അടുത്ത് നിൽക്കുന്ന ശോഭയുടെ ചിരിയോടെ നോക്കി ചോദിച്ചു. പിന്നല്ലേ, എന്നാ ഒരു മേനിയഴുക. അത് പിന്നെ ജ്യോതിയും അങ്ങനെ തന്നെയല്ലേ. ദേ, ഇങ്ങേരൊന്ന് ട്രൈ ചെയ്യാൻ നോക്കിയതായിരുന്നു അവളെ. പക്ഷേ അവൾ പതിവൃതയല്ലേ. ഡി പുല്ലേ. സിദ്ധു ദേഷ്യത്തോടെ കെട്ടടിക്കാൻ നോക്കി. ഓ, ഇവനങ്ങ് പൊള്ളി അവളെ പറഞ്ഞപ്പോൾ. ഓ, അവൾ പ്രസവിക്കാതെ ഉണ്ടായ മോനാണല്ലോ നീ. അത് ഞാനങ്ങ് മറന്നുപോയി. എന്തായാലും ബഷി പറഞ്ഞതുപോലെ ചെയ്ത നിനക്കൊക്കെ കൊള്ളാം. ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ഇവിടെ തന്നെ ജീവനോടെ കുഴിച്ചു മൂടും. ശോഭ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ആദിയുടെ മുടിക്കുത്തിന് പിടിച്ചു. അങ്ങോട്ട് മാറി നിന്നോടാ, ഇവളെ ഞാൻ നല്ലപോലെ ഒന്ന് കാണട്ടെ. ആദിയുടെ ചുറ്റും നിന്നവരെ തള്ളിമാറ്റി ശോഭ അവളുടെ മുഖം പിടിച്ചുയർത്തി നോക്കി. സിദ്ധു അത് കണ്ട് കുതറി വിളിച്ചു. കിടന്ന് പിടക്കാതട മോനെ, ഞാൻ നിന്റെ പെങ്ങളെയൊന്ന് വർണ്ണിക്കട്ടെ. ദേ, ഇവന് നോക്ക് മിണ്ടാതെ കിടക്കുന്നത്. ഈ പെണ്ണും പിള്ള വാങ്ങിക്കാനാ. കാശിയെ ചൂണ്ടി പറഞ്ഞതും കാശി ചിരിച്ചുകൊണ്ട് തിരിച്ചു പറഞ്ഞു. ഇവിടെ അമ്മയെ പോലെ നല്ല തുടുത്ത ചുണ്ടും നിറഞ്ഞ. പറഞ്ഞു തീരും മുൻപേ താടിയലിനേറ്റ പ്രഹരത്തിൽ ചെറുതായെന്ന് ഉയർന്നു പൊങ്ങി താഴേക്ക് വീണു ശോഭ. പിന്നിലേക്ക് മലച്ച് വീഴും മുൻപേ അയാൾ കണ്ടിരുന്നു ഒന്ന് ഉയർന്നു ചാടി ഒരു വശത്തേക്ക് മാറി അടുത്തടിക്ക് റെഡിയായി നിൽക്കുന്ന ആദിയെ. ഡീ അലറിക്കൊണ്ട് തൻ്റെ നേരെ കുതിച്ചവൻ കയ്യിൽ പിടിച്ചു വലിച്ച് താഴേക്ക് അടിക്കുമ്പോൾ വിക്രമൊന്ന് അന്താളിച്ചു പോയിരുന്നു. അവളെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാണ്. ചിരിയോടെ സിദ്ധു അത് പറഞ്ഞ് പകച്ചു നിൽക്കുന്നവരെ നോക്കി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ പെണ്ണും പിള്ള വാങ്ങിക്കൂട്ടുമെന്ന്. കാശിയും ചിരിയോടെ വിക്രമനെ നോക്കി. ഡീ, നീ കൂടുതൽ നകളിക്കല്ലേ. ഇവളുടെ ജീവൻ വേണമെങ്കിൽ മര്യാദയ്ക്ക് അവിടെ നിന്നോ, ഇല്ലെങ്കിൽ നിമിഷം ഇവളിവിടെ കിടന്ന് പിടഞ്ഞു തീരും. ഗീതുവിൻ്റെ കഴുത്തിൽ കത്തി മുറുക്കിക്കൊണ്ടാണ് വിക്രം അത് പറഞ്ഞത്. ഓഹോ, അതിന് ഇവളേതാ? സ്വന്തം ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ രക്ഷിക്കട്ടെ നീ, അതിന് ഞാനെന്തിനു മെനക്കെടണം? വിക്രമത്തെ നോക്കി പറഞ്ഞുകൊണ്ട് ആദ്യ സിദ്ധുവിനും കാശിക്കും അടുത്തേക്ക് ചുവട് വെച്ചു. അവളെ ശ്രദ്ധിക്കുന്ന സമയം മാത്രം മതിയായിരുന്നു ഗീതുവിന് വിക്രമത്തിൻ്റെ കൈ തിരിച്ചു മടക്കി കത്തി കൈക്കലാക്കാനും അവൻ്റെ കഴുത്തിനടുത്തേക്ക് ചേർത്ത് വയ്ക്കാനും. ഞാനും കുറേശ്ശെ കരാട്ടയും കളരിയുമൊക്കെ പഠിച്ചതാണ് നീ. എൻ്റെ ലൈഫ് ഞാനും സേഫാക്കണമല്ലോ. വിക്രമത്തിൻ്റെ കഴുത്തിലേക്ക് കത്തി ഒന്നുകൂടെ അമർത്തിക്കൊണ്ട് അവൻ്റെ കൈ രണ്ടും പിന്നിലേക്ക് ലോക്ക് ചെയ്തു ഗീതു. ആ സമയം ആദ്യ സിദ്ധുവിൻ്റെയും കാശിയുടെയും കൈകളിലേക്ക് കെട്ടഴിച്ചു മാറ്റി. തടയാൻ മുൻപോട്ട് വരുന്നവരെ മുൻപിലേക്ക് വിക്രമത്തെ നിർത്തി അവൻ്റെ കൈയിൽ പതിയെ വരഞ്ഞു ഗീതു. വേണ്ടടാ. വിക്രം വെപ്രാളത്തോടെ കൂട്ടാളികളെ തടഞ്ഞു. ഫഹദിന് ചിരി വരുന്നുണ്ടായിരുന്നു വിക്രമത്തിൻ്റെ അവസ്ഥ കണ്ട്. അവൻ അനങ്ങാതെ പിന്നിൽ തന്നെ കൈകെട്ടി നിന്നു. ഏട്ടാ. സിദ്ധു ആദിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ദാ, നിന്റെ അനുജത്തിയെ ഒരു പോറൽ പോലും ഇല്ലാതെ തിരികെ തന്നിട്ടുണ്ട് ഞാൻ. കാശിനാഥ് വാക്ക് പറഞ്ഞ വാക്കാണ് അത്. മാറണമെങ്കിൽ ഞാൻ ചാവണം. അത്രയും പറഞ്ഞ് കാശി മുൻപിൽ നിൽക്കുന്ന വിശ്വനാഥിനെ നെഞ്ചിലിട്ടൊരു ചവിട്ട് കൊടുത്തു. വിശ്വേട്ടാ. ശോഭ നിലവിളിച്ചുകൊണ്ട് താഴെ വീണ വിശ്വനെ താങ്ങി ഉയർത്താൻ നോക്കി. ഡോ നീ. തൻ്റെ നേരെ വന്ന ബഷിയെ കഴുത്തിന് പിടിച്ച് പിന്നിലേക്ക് തള്ളിയതും വിക്രമിൻ്റെ കൂട്ടാളികൾ 2 പേർ കാശിയെ 2 കൈയിലും പിടിച്ചു വെച്ചു.
സിദ്ധു ആദ്യം മാറ്റി നിർത്തി ഒരുവനെ കഴുത്തിൽ പിടിച്ച് നെഞ്ചിൽ തന്നെ ഒന്ന് പഞ്ച് ചെയ്തു. അടുത്തവൻ കാശി തന്നെ കയ്യിൽ പിടിച്ച് മുൻപിലേക്ക് നിർത്തി തല കൊണ്ടൊന്ന് ഹെഡ് ചെയ്തു. ഒരു കോർണറിലേക്ക് ചെന്നും അവിടെ നിന്നൊരു വടിവാൾ വലിച്ചെടുത്ത് സിദ്ധുവിനെ നേരെ വീഴ്ചി. അടുത്ത നിമിഷം ആരുടെയോ ചവിട്ടുകൊണ്ട് അയാൾ തെറിച്ച് വീണിരുന്നു. നീരജ്! കാശി നെറ്റി ചുളിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു. പൊന്ന മോനെ, നീ എന്താടാ പറഞ്ഞത്? ഈ നായിൻ്റെ മോന് വന്ന എന്നെ അങ്ങ് തീർത്ത് കളയുമെന്നോ? ദേ, ഈ നിൽക്കുന്നവളെ കത്തിമുനയിൽ നിർത്തിയത് കൊണ്ട് മാത്രമാണ് ഒന്നും ചെയ്യാൻ കഴിയാതെ ഞാൻ നിന്നത്. അല്ലാതെ നിന്റെയോ ഈ ചതിയൻ്റെയോ ചരിത്രം കേട്ട് പേടിച്ചിട്ടല്ലടാ കോപ്പേ. അടുത്ത നിമിഷം വിക്രമന്റെ കയ്യിലെ വാൾ പിടിച്ചു വാങ്ങി നീരജ് അവന്റെ മുട്ടും കാൽ തന്നെ ഒരു വെട്ടുകൊടുത്തിരുന്നു. വിക്രം വേദന കൊണ്ട് പുളഞ്ഞ് താഴേക്ക് ഇരുന്നു പോയതും ബഷിയും ശോഭയും പേടിയോടെ നീരജിനെ നോക്കി. അവരെ നോക്കിക്കൊണ്ട് തന്നെ ഓടാൻ തുനിഞ്ഞ വിക്രമന്റെ കൂട്ടാളികളെയും വെട്ടി വീഴ്ത്താൻ തുടങ്ങിയിരുന്നു നീരജ്. നോ! ഫഹദിന് നേരെ വാൾ വീഴ്ചയതും ഗീതവും ആദിയും അലറി വിളിച്ചുകൊണ്ട് നീരജിനെ തടഞ്ഞിരുന്നു. നോ നീരജ്, ഫഹദിനെ ഒന്നും ചെയ്യരുത്. രക്ഷപ്പെടാൻ ഞങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചയാളാണത്. പ്ലീസ് നീരജ്. ഗീതു ഫഹദിനെ നോക്കിക്കൊണ്ടാണ് നീരജിനോട് പറഞ്ഞത്. നീരജ് അവളുടെ തലയിലൊന്ന് തടവി നെറ്റിയിലൊന്ന് മുത്തി. സോറി ആദി, കുറച്ച് വിഷമിപ്പിക്കേണ്ടി വന്നു. ഒരു ചെറിയ അടിയും തരേണ്ടി വന്നു. സോറി. ഗീതുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ആദിയോട് പറഞ്ഞു നീരജ്. ആദിയും ഗീതുവും നെറ്റി ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. അതേ എക്സ്പ്രഷൻ തന്നെയായിരുന്നു കാശിക്കും സിദ്ധുവിനും. നീരജ് ബഷിക്ക് നേരെ തിരിഞ്ഞു. നീ എന്താ കരുതിയത്? എന്നെ കൊണ്ട് തന്നെ ഇവരെ ഇവിടെ എത്തിച്ച് ഞങ്ങളെ ഒരുമിച്ച് അങ്ങ് കുഴിച്ചു മൂടാന്നു. നിനക്കറിയില്ല ഈ നീരജിനെ. നിന്റെ മുൻപിൽ ചിരിച്ചു നിന്ന നീരജ് മാധവിനെ മാത്രമേ അറിയൂ. അതിനപ്പുറമുള്ളതൊന്നും നിനക്കെന്നെ കൂടെ കുറച്ചറിയില്ല. അറിയണമെങ്കിൽ ഇങ്ങനെ ഒരു സന്ദർഭം നീ ഉണ്ടാക്കില്ലായിരുന്നു. ഒരു കണക്കിന് നോക്കിയ നീയല്ലല്ലോ ഞങ്ങളെയൊക്കെ തന്നെയല്ലേ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കിയത്. നിനക്കൊരു വിചാരമുണ്ട് നീ ഭയങ്കര ബുദ്ധിമാനാണെന്ന്. നീ എന്ത് കരുതി പല ചെറ്റത്തരവും കാണിച്ചു കൂട്ടിയിട്ടും നിന്നെ ഞാൻ ഒഴിവാക്കാതിരുന്നത് നിന്റെ പണവും നിന്റെ കഴിവും കണ്ടിട്ടാണെന്നോ? നീ അങ്ങോട്ടൊന്ന് നോക്കിയേ. ആ മുതൽ പറഞ്ഞിട്ട് ചെയ്തു കൂട്ടിയതാ ഞാൻ. നീരജ് വിരൽ ചൂണ്ടിയിടത്തേക്ക് നോക്കിയതും ബഷി വിറച്ചു പോയിരുന്നു. ഭവിയേട്ടൻ? അതെ, നിന്റെ ഏട്ടൻ ഭവിഷ് മനോഹർ. നീയും നിന്റെ അപ്പച്ചിയും കൂടെ ഓരോ കുതന്ത്രങ്ങൾ നെയ്തു കൂട്ടിയതൊക്കെ ഞങ്ങൾ അറിഞ്ഞിരുന്നു. പക്ഷേ നിന്നെ അവിശ്വസിക്കാൻ ഇവന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിച്ചത്. നീരജ് പറഞ്ഞുകൊണ്ട് നടന്നു വരുന്ന ഭവിയെ നോക്കി. ഡാ ഭവി, എന്താടാ ഇതൊക്കെ? സിദ്ധു ഭവിയുടെ തോളിൽ തട്ടി. പക്ഷേ ഭവിക്ക് അതൊന്നും ശ്രദ്ധിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. അവൻ്റെ ശ്രദ്ധ വീണു കിടക്കുന്ന ബഷിയിലായിരുന്നു. എന്താടാ ഭവി, പ്രതീക്ഷിച്ചതല്ലേ നമ്മളിതൊക്കെ? സിദ്ധു പറഞ്ഞുകൊണ്ട് അവൻ്റെ തോളിൽ തട്ടി. ബഷി, നിന്നെ എനിക്ക് ജീവനായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവളും. രുദ്ര എൻ്റെ പെങ്ങൾ. എൻ്റെ കയ്യിൽ കിടന്ന് വളർന്നവരാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങളിൽ ആർക്കെന്ത് നൊന്താലും എനിക്ക് സഹിക്കില്ല. അപ്പോഴാണോ നീ ഇവളെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നത്? എങ്ങനെ തോന്നി നിനക്കത്? അതുകൊണ്ടാണ് രുദ്ര എൻ്റെ പെണ്ണാണെന്ന് എനിക്ക് പറയേണ്ടി വന്നത്. എനിക്കുറപ്പായിരുന്നു പിന്നെ ഒരിക്കലും നീ അവളെ തൊടില്ല എന്ന്. പക്ഷെ നിങ്ങളെന്താ ഇവന് പറഞ്ഞു കൊടുത്തത്? സ്വന്തം ചോരയെ ഇവൻ. അത്രയും പറഞ്ഞ് ഭവി അടുത്ത് കിടന്ന് തടിയെടുത്ത് ശോഭയുടെ കാലിന് തന്നെ ഒരെണ്ണം കൊടുത്തു. ആർത്ത് കരയുന്നവളെ ദേഷ്യത്തോടെ നോക്കി ഒന്നുകൂടെ വീശിയതും സിദ്ധു തടഞ്ഞു. വേണ്ട, നീയല്ല, നിയമത്തിൻ്റെ ശിക്ഷയാണ് ഇവർക്ക് വേണ്ടത്. തൂക്കുകയർ കിട്ടാനുള്ളതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇവരെ നിയമത്തിന് വിട്ടുകൊടുക്കാം. നിനക്ക് എങ്ങനെ കഴിയുന്നടാ സിദ്ധു ഇങ്ങനെ പറയാൻ? മറന്നു നീ ഇവരല്ലേ? ഇവർ കാരണമല്ലേ നിന്റെ ജീവിതത്തിലെ കുറേയധികം കാലം ഇരുട്ടറയിൽ കഴിയേണ്ടി വന്നത്? നിന്റെ പെണ്ണിനെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ നോക്കിയതൊക്കെ എങ്ങനെ മറക്കാൻ കഴിയുന്നു? ഭവി സിദ്ധുവിൻ്റെ കയ്യിൽ പിടിച്ചു വല്ലാത്തൊരവസ്ഥയിലാണ് ചോദിച്ചത്. നിനക്കൊന്നും മനസ്സിലായില്ല ബഷി? ഭവി ബഷിക്ക് നേരെ തിരിഞ്ഞു. പണ്ട് നിന്റെ അപ്പച്ചിയും കെട്ടിയോനും കൂടി ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് ചെറിയച്ഛനോട്. അതൊക്കെ നീയും ആവർത്തിക്കുന്നത് പോലെ തോന്നിയിരുന്നു എനിക്ക്. പക്ഷേ നിന്നുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഒക്കെ കണ്ടില്ലെന്ന് നടിച്ചത്. അതുപോലെ തന്നെ കമ്പനി നിങ്ങൾ ഒരുമിച്ച് നടത്തുന്ന ക്രമക്കേടുകളും എൻ്റെ പേര് യൂസ് ചെയ്ത് നടത്തുന്ന സകല കൊള്ളാതായ്മയും സിദ്ധാർത്ഥ് എന്ന IPS കണ്ടുപിടിച്ചത് മുഴുവൻ എനിക്ക് വേണ്ടിയായിരുന്നു. നിന്നെ അപ്പച്ചിയും ഭർത്താവ് ഉപയോഗിക്കുകയാണെന്ന് വിശ്വസിക്കാനായിരുന്നു എനിക്കിഷ്ടം. നിന്നെ നേർവഴിക്ക് കൊണ്ടുവരണമെന്ന് മാത്രമേ ഞങ്ങളെന്ന് കരുതിയുള്ളൂ. അതുകൊണ്ട് തന്നെ നിന്റെ പേരെവിടെയും വരാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു രുദ്രയാണ് ഇവരുടെ ലക്ഷ്യമെന്ന്. പിന്നീട് കാശിയും സിദ്ധുവും കൂടി നിന്നെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിക്കുമ്പോൾ നിന്നെ ശ്രദ്ധിക്കാനാണ് ഞങ്ങൾ നീരജിനെ ഏൽപ്പിച്ചത്. അവനത് ഈ നിമിഷം വരെ ഭംഗിയായി ചെയ്തു.
രുദ്രയ്ക്ക് നിന്റെ കൈകൊണ്ടൊരു വേദനയും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയും നീ തന്നെ അവളെ സംരക്ഷിക്കാനും വേണ്ടി തന്നെയാണ് രുദ്രയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ നിന്നെ വിശ്വസിപ്പിച്ചത്. നിന്റെ കൂടെ നിന്ന് തന്നെ രുദ്രമോളെ ഇവിടെ എത്തിക്കുക എന്നുള്ളത് നീരജിനെ ഞാൻ ഏൽപ്പിച്ച ദൗത്യമായിരുന്നു. അതിനുശേഷം കാശിയെ ഈ സ്ഥലം അറിയിക്കുന്നത് നീരജ് തന്നെയാണ്. പക്ഷേ കാശിക്ക് അത് മനസ്സിലായില്ല എന്ന് മാത്രം. അങ്ങനെ നീ എൻ്റെ മുന്നിൽ നിന്ന് തന്നെ ചെയ്തു കൂട്ടിയ എല്ലാ ചെറ്റത്തരങ്ങൾക്കും ഇന്ന് അവസാനമായി. ഭവി കണ്ണു നിറഞ്ഞു വന്ന് കണ്ണു തുടച്ചു. വേണ്ടേട്ട, ഈ അപ്പച്ചി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണിതൊക്കെ. ഏട്ടന് തോന്നുന്നുണ്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്? ബഷി കരയുന്നത് പോലെ പറഞ്ഞു. പന്ന മോനെ, എല്ലാം ഒരുമിച്ച് ചെയ്ത് ഒറ്റയ്ക്ക് രക്ഷപ്പെടണമെങ്കിൽ കൊന്നുകളയും നിന്നെ ഞാൻ. ശോഭ അലറി. വെറുതെ ഏട്ടാ, ഇവർ കള്ളം പറയുന്നതാ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഏട്ടാ. അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇല്ലേ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? മനുവിനൊപ്പം അകത്ത് വന്ന ജിത്തു ബഷിയോട് ചോദിച്ചു. ഡോക്ടർ നീരജ് ആത്മഹത്യ ചെയ്തിരുന്നു. പറയൂ, ആയിരുന്നോ? ഇന്റർവ്യൂ പങ്കെടുക്കാൻ വന്ന രശ്മി ഹോട്ടലിന് മുകളിൽ നിന്ന് തെന്നി വീണതായിരുന്നു. അങ്ങനെ എത്ര പെൺകുട്ടികൾ അവരുടെ കുടുംബമൊക്കെ വഴിയാധാരമായത് ആര് കാരണമായിരുന്നു? ജിത്തുവിൻ്റെ ചോദ്യത്തിന് മറുപടിയില്ലാതെ ബഷി ദേഷ്യത്തോടെ പല്ല് കടിച്ചു. അപ്പോൾ നിന്റെ സംശയങ്ങളൊക്കെ തീർന്നെങ്കിൽ നമുക്ക് പോയാലോ? ജിത്തു ബഷിയുടെ തോളിൽ തട്ടി ചോദിച്ചതും അവൻ തൻ്റെ കയ്യിലിരുന്ന തോക്കെടുത്ത് ആദിക്ക് നേരെ ചൂണ്ടി. കൊല്ലും ഞാനിവളെ. ഇനി എനിക്ക് മുന്നും പിന്നുമൊന്നും നോക്കാനില്ല എന്നറിയാലോ എല്ലാവർക്കും. ഞാൻ എന്തായാലും മരിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഇവളെയും കൊണ്ടുപോകും ഞാൻ. ബഷി പറഞ്ഞു തീരും മുൻപേ അവിടെ ഒരു വെടിവെച്ച ഉയർന്നിരുന്നു. എല്ലാവരും തിരിഞ്ഞു നോക്കി. തൻ്റെ തോക്ക് കൊണ്ട് ബഷിയുടെ മുട്ടിന് കീഴ്പോട്ട് ഷൂട്ട് ചെയ്ത് നടന്നു വരുന്ന മഹാദേവ നാരായണൻ. അദ്ദേഹത്തിനൊപ്പം തന്നെ മനുവും കാർത്തുവുമുണ്ട്. അച്ചച്ചൻ, ആദ്യ പറഞ്ഞതും അദ്ദേഹം അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. നീ എൻ്റെ കൊച്ചുമകനായി പോയത് കൊണ്ട് മാത്രമാണ് ഈ ബുള്ളറ്റ് നിന്റെ നെറ്റിയിൽ ടാർഗറ്റ് ചെയ്യാതിരുന്നത്. പക്ഷേ ഇനി എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും എതിരെ നിൻ്റെയൊക്കെ കൈപൊങ്ങിയ മക്കളെന്നും മരുമകനാണെന്നും കൊച്ചുമകനാണെന്നുമൊക്കെ ഞാനങ്ങ് മറക്കും. അത്രയും പറഞ്ഞ് മഹാദേവൻ ആദിയുടെ നെറ്റിയിലൊന്ന് മുത്തി. ഇവർ അറസ്റ്റ് ചെയ്യേ. ജിത്തു കൂടെ വന്ന പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തു. അവർ ബഷിയെയും ശോഭയെയും വിക്രമനെയും വിശ്വനെയും താങ്ങിയെടുത്ത് കൊണ്ടുപോകുന്നത് കണ്ട് എല്ലാവരുടെയും മനസ്സിലും ഒരു കുളിര് വീഴുന്നുണ്ടായിരുന്നു. ഭവിക്ക് മാത്രം മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയെന്നോണം സിദ്ധുവും കാശിയും അവനെ ചേർത്ത് പിടിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഓഡിറ്റോറിയം. ആദിയുടെയും കാർത്തുവിൻ്റെയും ഹൽദി ചടങ്ങാണ്. ഡാ, സ്റ്റേജിലേക്ക് എടുത്ത് ആദിയെയും കാർത്തുവിനെയും. ദാ ചെക്കന്മാർ വെയിറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ? സിദ്ധു മുണ്ടു മടക്കി കുത്തിക്കൊണ്ട് മൈക്ക് സെറ്റ് ചെയ്തു. മഞ്ഞയും ചുമലയും നിറത്തിലുള്ള ഒരുപോലെയുള്ള ഡ്രസ്സ് ധരിച്ചാണ് ആദിയും കാർത്തുവും വന്നത്. ആദിയെയും കാർത്തുവിനെയും അച്ചുവും ഗീതവും കൂടി കാശിക്കും മനുവിനും അടുത്തിരുത്തി. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. സിദ്ധുവേട്ട, അവരെല്ലാവരും കളിയാക്കി. ജിത്തു, ഭവി, കേറി വാടാ. സിദ്ധു വിളിച്ചതും അവർ മൂന്നാളും കയ്യിൽ മൈക്ക് കൊണ്ട് കയറി വന്നിരുന്നു. നിങ്ങൾ പൊന്നുപോലെ നോക്കുമെന്നറിയാം, എങ്കിലും പറയുകയാ, ഞങ്ങളുടെ സ്വത്താണ് ഇവർ പൊന്നുപോലെ നോക്കിയേക്കണേ. സിദ്ധു പറഞ്ഞപ്പോൾ ജിത്തുവും ഭവിയും കൂടി കണ്ണു തുടച്ചു. കാശി ആദിയെയും മനു കാർത്തുവിനെയും ചേർത്ത് പിടിച്ചു. സിദ്ധു നടന്നു ചെന്ന് ആദിയുടെ നെറ്റിയിലും കാർത്തുവിൻ്റെ നെറ്റിയിലും ഓരോ ചുംബനം കൊടുത്തു. രണ്ടാളുടെയും കണ്ണു നിറഞ്ഞത് കണ്ടവർ അവരെ നോക്കി കണ്ണിറുക്കി. സിദ്ധു രണ്ടാളുടെയും നിറഞ്ഞ കണ്ണ് തുടച്ചു കൊടുത്തുകൊണ്ട് പാടി നിർത്തിയ ഭവിയെ നോക്കി. ഭവി മൈക്ക് ചുണ്ടോട് ചേർത്ത് ബാക്കി പാടി. ഭവി നിറഞ്ഞ കണ്ണ് തുടച്ചുകൊണ്ട് ആദിയെ നോക്കി പാടി തുടങ്ങി. അത് കണ്ട് ചെയറിലിരുന്ന് മനോഹരും ദേവിയും കണ്ണു തുടച്ചു. ആനന്ദ് മനോഹറിനെ ചേർത്ത് പിടിച്ചു. ജിത്തു ഭവിയുടെ കയ്യിൽ നിന്നും മൈക്ക് വാങ്ങി. ജിത്തുവും ആദിയെയും കാർത്തുവിനെയും നോക്കി പാടി നിർത്തി. മൂന്നാളും ഒരുമിച്ച് പാടി അവസാനിപ്പിച്ചതും ചുറ്റും കരഘോഷം മുഴങ്ങി. ഒരു പൊട്ടിക്കരച്ചിലോട് ആദിയും കാർത്തുവും തൻ്റെ ഏട്ടന്മാരെ കെട്ടിപ്പിടിച്ചു. തൻ്റെ മക്കളുടെ സ്നേഹം കണ്ട് അമ്മമാരും അച്ഛന്മാരും ആനന്ദ കണ്ണീരോടെ അവരെ നോക്കിയിരുന്നു. എല്ലാവർക്കും നന്മ വരാൻ അച്ചച്ചൻ്റെ പ്രാർത്ഥന എന്നും അവരോടൊപ്പം ഉണ്ടാവും. ഇനി അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ.